ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹോപ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്ട്. നമ്മൾ മാത്സിൻ്റെയും മെൻ്റബിലിറ്റിയുടെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ 32 × 5 + 72 ഡിവൈഡഡ് ബൈ 18 മൈനസ് 12 + 48 ഡിവൈഡഡ് ബൈ 3 എത്ര? നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ 32 × 5 + 72 ഡിവൈഡഡ് ബൈ 18 മൈനസ് 12 + 48 ഡിവൈഡഡ് ബൈ 3. ബോട്ട് മാസ് പ്രകാരം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ആദ്യം ബ്രാക്കറ്റ് ഓപ്പറേഷൻ ആയിരിക്കണം നടത്തേണ്ടത്. ബ്രാക്കറ്റിൽ എന്ത് തന്നിട്ടുണ്ടോ അത് വേണം ആദ്യം ചെയ്യാൻ. പിന്നീട് ഹരണം. ബ്രാക്കറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. മനസ്സിലായല്ലോ? ബ്രാക്കറ്റ് ഓപ്പറേഷൻ എന്താണ്, ആ ബ്രാക്കറ്റിൽ എന്താണോ തന്നേക്കുന്നത് അത് ആദ്യം ചെയ്യണം. പിന്നെ ഓഫ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തമ്മിൽ ഓഫ് ഇടുക എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ ഗുണിക്കുക എന്നർത്ഥം. പിന്നീട് ഹരണം, ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഇവിടെ ഒരു ബ്രാക്കറ്റിൽ സംഭവം തന്നിട്ടുണ്ട്. ആദ്യം ഈ ബ്രാക്കറ്റ് ഓപ്പറേഷൻ നടത്തണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? 32 × 5 + 72 ഡിവൈഡഡ് ബൈ 18 മൈനസ്, ഈ ബ്രാക്കറ്റ് ഓപ്പറേഷനകത്ത് ആദ്യം ഹരണമാണ് ചെയ്യേണ്ടത്. ഹരണം. ഓക്കെ, 12 പ്ലസ് 48നെ 3 വെച്ചരിക്കുക. 48നെ 3 വെച്ചരിക്കുമ്പോൾ 16 എന്ന് കിട്ടും. നമ്മുടെ ബ്രാക്കറ്റ് ഓപ്പറേഷൻ പൂർത്തിയായിട്ടില്ല. കാര്യം നമ്മൾ ഈ ഹരണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യണം? ഇത് തമ്മിൽ കൂട്ടുക. അപ്പൊ നോക്കിയേ, 32 × 5 + 72 ഡിവൈഡഡ് ബൈ 18. നമ്മൾ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഇത്ര സ്റ്റെപ്പായിട്ട് ചെയ്തത്. ചില സ്റ്റെപ്പുകളൊക്കെ നമുക്ക് ഇവിടെ അല്ലാതെ ചെയ്ത് കയറാൻ പറ്റും, എങ്കിലും ഞാൻ മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്ര സ്റ്റെപ്പുകൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് കൂട്ടുക. ഓക്കെ ആണല്ലോ? 28 എന്ന് കിട്ടും. ഇത് കൂട്ടുമ്പോൾ 28. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തുവാ? 16 12 കൂടുമ്പോൾ 28. അപ്പോൾ ബ്രാക്കറ്റിലെ പണി കഴിഞ്ഞു. ഇവിടെ മൈനസ് കൊടുത്തു. ഇനി എന്താണ് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹരണം. ഈ ഹരണം. ഓക്കെ, എന്തോ 32 × 5 + 72നെ 18 വെച്ചിരിക്കുക. 18 × 4 ആണ് 72. അപ്പോൾ ഇവിടെ കിട്ടി 4 കിട്ടി. 4 - 28 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? യെസ്. ഇനി എന്ത് ചെയ്യണം? ഈ 32 5 കൂടെ ഗുണിക്കുക. 32 അടുത്ത ഹരണം കഴിഞ്ഞാൽ അടുത്തത് ഗുണനമാണ്. ഈ 32നെ 5 വെച്ച് ഗുണിക്കുക. ഈ 5 10 0 ഇഷ്ടം 1, 3 5 15 1 16. മനസ്സിലായല്ലോ? 160 + 4 - 28 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി എന്തുവാ? നമ്മളിവിടെ ഗുണനം കഴിഞ്ഞു. ഇനി അടുത്തത് കൂട്ടുക. കൂട്ടുമ്പോൾ 164 - 28. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നോക്കിയേ, 14 ന്ന് 8 കുറച്ചാൽ ബാക്കി 6 ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 5 ഉള്ളു. 5 ന്ന് 2 കുറച്ചാൽ 3, ബാക്കി ഇവിടെ 1. ആൻസർ 136 എന്ന് കിട്ടും. നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം, ശ്രദ്ധിച്ചോണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പറേഷൻ, ആദ്യം ബോട്ട് മാസ് കണക്ക് പറയുമ്പോൾ ആദ്യം ബ്രാക്കറ്റ് ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ 48നെ 3 വെച്ചരിക്കുക. 48നെ 3 വെച്ചരിച്ചാൽ 16 എന്ന് കിട്ടും. ഈ 16 + 12 എത്ര കിട്ടും? 28. അപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള പരിപാടി കഴിഞ്ഞു. ബ്രാക്കറ്റ് നമ്മൾ പൊളിച്ചു. ബാക്കി എത്ര ഉണ്ട്? 28 മൈനസ്. ഇനി എന്താണ്? ഇവിടുത്തെ ബ്രാക്കറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ ഡിവിഷൻ, ഹരണം. അപ്പൊ എന്താണ്? 72നെ 18 വെച്ച് ഹരിച്ചു, 4 എന്ന് കിട്ടി. അപ്പൊ ഹരണവും കഴിഞ്ഞു. അടുത്ത ഏതാണ്? ഗുണനമാണ്. ഗുണനം. അപ്പൊ 32നെ 5 വെച്ച് ഗുണിച്ചു. 32നെ 5 വെച്ച് ഗുണിച്ചപ്പോൾ 160 കിട്ടി. ഗുണനം കഴിഞ്ഞു. അടുത്ത നമുക്ക് കൂട്ടാം. 160 + 4 164 - 28. 28 കുറയ്ക്കുക. 136 ആണ് ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ബോട്ട് മാസ്റ്റർ പ്രകാരമുള്ള റൂളിലാണ് നമ്മൾ ഇത് ചെയ്തു പോകുന്നത്. ബോട്ട് മാസ്റ്റർ റൂളിലാണ് ഇത് ചെയ്തു പോകുന്നതെങ്കിലും നമുക്ക് വേണമെങ്കിൽ സ്റ്റെപ്പുകളുടെ എണ്ണം കുറയ്ക്കാനും വേണ്ടി, കാര്യം ഇത് ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്നതായുണ്ട്, ഇവിടെ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും ചെയ്തു പോകാം. എന്താ? 72നെ 18 വെച്ചിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ 4 എന്ന് കിട്ടും. അത് ഈ ഒരു സ്റ്റെപ്പിൽ അങ്ങോട്ട് ചെയ്തു പോകുമ്പോൾ തന്നെ ഇവിടെ ചെയ്ത് ഇവിടെ ഇടുക. ഈ 4 എന്ന് ഇടുക. പിന്നെ എന്ത് ചെയ്യുക? ഇത് ഹരിക്കുക. 48നെ 3 വെച്ചിരിക്കുമ്പോൾ 16 16 + 2 18, 16 + 12 28 എന്ന് കിട്ടും. അത് ബ്രാക്കറ്റ്. അപ്പം എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു ഹരണം കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ ചെയ്യുന്നത് തന്നെ ഈ ഒരു ഒറ്റ സ്റ്റെപ്പിനകത്ത് നമുക്ക് ചെയ്ത് മാറ്റാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ഈ 72 ഇവിടുന്ന് ആദ്യമേ തന്നെ ചെയ്ത് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ കണക്ക് തെറ്റാൻ സാധ്യതയൊന്നുമില്ല. ഈ മോഡലിനകത്ത് ഇങ്ങനെ തെറ്റത്തൊന്നുമില്ല. ഇനി റിസ്ക് എടുക്കണം, ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഞാൻ തെറ്റും എന്നുള്ളപ്പോൾ ഉള്ളവർ എന്ത് ചെയ്യണം? ആദ്യം ഇത് തന്നെ ചെയ്താൽ മതി. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു സ്റ്റെപ്പ് കുറയ്ക്കാനും വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇത് ചെയ്ത് ഇവിടെ ഗുണിച്ച് ഇവിടെ വെക്കാം. ഇത് ബ്രാക്കറ്റ് ഓപ്പറേഷൻ ഇവിടെ ചെയ്തിട്ട് നമുക്ക് 1-2 സ്റ്റെപ്പിനകത്തൊന്ന് വേണമെങ്കിൽ
ഇങ്ങനെ ചെയ്ത് നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ തന്നെ ഈ രീതി തന്നെ കറക്റ്റ് റൂള് പ്രകാരം തന്നെ ചെയ്ത് നോക്കിക്കോ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1/2 പ്ലസ് 2/3 പ്ലസ് 3/4 പ്ലസ് 5/6 എന്നിവയുടെ തുക എന്ത്? ഓക്കെ ആണല്ലോ? യെസ്. ക്വസ്റ്റ്യൻ നോക്കിയേ. 1/2 പ്ലസ് 2/3 പ്ലസ് 3/4 പ്ലസ് 5/6 ഇവയുടെ തുക കാണാനാണ് ചോദിച്ചേക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുകളാണ്. ഏത് പരീക്ഷയ്ക്കും ഫ്രാക്ഷൻ അകത്തുനിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഏത് പരീക്ഷ നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ ഫിന്നസൊക്കെയകത്തുനിന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇതെങ്ങനെയാ, ഇവിടുത്തെ ഛേദം ഡിനോമിനേറ്റർ ഈക്വൽ ആണോ എന്ന് നോക്കണം. ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി ഇതിന്റെ ഡിനോമിനേറ്റർ ഈക്വൽ ആണോ എന്ന് നോക്കണം. ഛേദങ്ങൾ തുല്യമാണോ? ഈ ക്വസ്റ്റ്യനകത്ത് ഇവിടുത്തെ ഛേദങ്ങൾ തുല്യമല്ല. ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 6. ഇങ്ങനെ ഛേദങ്ങൾ തുല്യമല്ലാതെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവയുടെ LCM കാണണം. ഛേദങ്ങളുടെ LCM കാണണം. എത്രയൊക്കെയാ? 2, 3, 4, 6 ഇവയുടെ LCM കാണണം. ഇവയുടെ LCM എന്ന് പറയുന്നത് 12 വരും. ഓക്കെ, നമുക്ക് നോക്കാം. 2 വെച്ചിരിക്കുമ്പോൾ 1 2 2, 3 അത്രയ്ക്ക് ഈ 2 4, 3 2 6, ഇനി 3 വെച്ചിരിക്കാം. 1 അത്രയ്ക്ക് 1 3 3, 2 അത്രയ്ക്ക് 1 3 3. ഇവയുടെ LCM എന്ന് പറയുന്നത് 2 × 3 × 2 = 12. LCM 12 കിട്ടും. ഓക്കെ ആണല്ലോ? ഇവിടെ വരെ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ഇവിടെ വരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. 12 ആണ് ഇവയുടെ LCM. ഓക്കെ ആണല്ലോ? അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഈ 1/2 ഈ 2വിനെ LCM ആയ 12 ആക്കണം. 2വിനെ LCM ആയ 12 ആക്കണം. എങ്ങനെ ആക്കും? ഈ 2 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഈ 12 കിട്ടുന്നത് നോക്കണം. 2നെ ഏത് സംഖ്യ കൊണ്ട്, നമുക്ക് നോർമൽ കേസിൽ അറിയാം 2നെ 6 കൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുന്നത്. 2നെ 6 കൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക. അപ്പോൾ 2 × 6 ആണ് 12. താഴെ നമ്മൾ ഏത് സംഖ്യ കൊണ്ടാണോ ഗുണിക്കുന്നത് അതേ സംഖ്യ കൊണ്ട് തന്നെ മുകളിലും ഗുണിച്ചിരിക്കണം. താഴെ ഏത് സംഖ്യ കൊണ്ടാണോ ഗുണിക്കുന്നത് അതേ സംഖ്യ തന്നെ മുകളിലും ഗുണിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, ഈ 6 എങ്ങനെ കിട്ടും? എനിക്ക് 6 അറിയത്തില്ല. ഇപ്പൊ ഈ 2 × 6 ആണ് 12 എന്ന് അറിയാം. വേറെ വലിയ സംഖ്യകൾ വന്ന് അങ്ങനെ അറിയും. അങ്ങനെ അറിഞ്ഞുകൂടാത്തൊരു പ്രത്യേകിച്ച് പരിപാടി ഒന്നും ചെയ്യേണ്ട. ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക. LCM എത്ര കിട്ടി? 12 കിട്ടി. 12. ഓക്കെ ആണല്ലോ? LCM 12 കിട്ടിയാൽ നമുക്ക് ഇവിടുത്തെ ഛേദം എത്ര കിടക്കുന്നത്? 2. ആ 2 വെച്ചൊന്ന് ഹരിച്ചു നോക്കിയാൽ 12 2 വെച്ചിരിക്കുമ്പോൾ എത്ര കിട്ടി? 6 എന്നിട്ട് ഈ 6 കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മേളിലും താഴെയും ഗുണിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? പ്ലസ് ഇനി അടുത്തത് 2/3. 2/3 ഈ 2/3 എന്ന് പറയുമ്പോൾ എന്താ? ഈ 3നെ LCM ആയ 12 ആക്കണം. ഓക്കെ ആണല്ലോ? LCM ആയ 12 ആക്കണം. 2 12 ആവണം. എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. താഴെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണോ അതേ സംഖ്യ കൊണ്ട് തന്നെ മുകളിലും ഗുണിക്കണം. നമുക്ക് ഈ 4 അറിഞ്ഞുണ്ടെങ്കിൽ ഇതേ ചെയ്ത പരിപാടി എന്ത് ചെയ്താൽ മതി? LCM ആയ 12 അല്ലയോ? 12നെ ഛേദം എത്ര? 3 വെച്ചൊന്ന് ഹരിച്ചു നോക്കിയാൽ 4 3 ആണ് 12. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്ത് നോക്കാം. 3/4 ഈ 4നെ LCM ആയ 12 ആക്കണം. 4നെ 12 ആക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം. അതേ 3 കൊണ്ട് തന്നെ നമ്മൾ എവിടെയും ഗുണിക്കണം? മുകളിലും ഗുണിച്ചിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അറിഞ്ഞൂടാത്ത ഇതേപോലെ 12നെ 4 വെച്ച് ഹരിച്ചു നോക്കിയാൽ 3 കിട്ടും. ഓക്കെ. ഇനി അടുത്തത് 5/6. 6നെയും LCM ആയ 12 ആക്കണം. 6നെയും LCM ആയ 12 ആക്കണമെങ്കിൽ ഈ 6 12 ആവണം. എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അതേ 2 കൊണ്ട് തന്നെ മേളിലും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എന്താ? ഈ 12നെ 6 വെച്ച് ഹരിച്ചു നോക്കിയാൽ 2 കിട്ടും. ഈ 2 അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി, ഇതിനകത്ത് 90% പേർക്ക് ഈ കാര്യങ്ങൾ അറിയാം. അറിഞ്ഞുകൂടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം. 1 × 6 6 ഡിവൈഡഡ് ബൈ 12 പ്ലസ് 24 8 ഡിവൈഡഡ് ബൈ 12 പ്ലസ് 9 ഡിവൈഡഡ് ബൈ 12 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 12. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇവിടുത്തെ എല്ലാം ഛേദങ്ങൾ തുല്യമായി. ഛേദങ്ങൾ എല്ലായിടത്തും 12 കിട്ടി. ഓക്കെ ആണല്ലോ? ഛേദം 12 കിട്ടിയാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് എല്ലാം പൊതുവായിട്ട് ഛേദമായ ഒരു 12 എടുക്കണം. എന്നതിന് ശേഷം മുകളിൽ കിടക്കുന്ന അംശമായ 6 പ്ലസ് 8 പ്ലസ് 9 പ്ലസ് 10 ഇതെല്ലാം അവിടെ അങ്ങ് കൂട്ടുക. ഓക്കെ ആണല്ലോ? 8 6 14. 8 6 14 14 9. ഓക്കെ, 23 23 10 33 ഡിവൈഡഡ് ബൈ 12 എന്നിട്ട് എത്ര കിട്ടും? 33 ഡിവൈഡഡ് ബൈ 12. ഓപ്ഷനകത്ത് ഈ ആൻസർ കാണത്തില്ല. ഒന്നെങ്കിൽ ഇതിനെ മിക്സഡ് ആക്കിയുള്ള ആൻസർ ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ഇതിനെ ചെറുതാക്കിയുള്ള ആൻസർ ആയിരിക്കും കാണുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് വെട്ടി ചെറുതാക്കാം. മേളിലും താഴെ എത്ര വെച്ചരിക്കാം? 3 വെച്ചരിക്കാം.
11 3 33 എത്രയാണ്? 11 3 33. 4 3 12. 11 3 33, 4 3 12. 11/4. ഓപ്ഷനകത്ത് ഈ 11/4 ഉണ്ടായിരുന്നു. PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 11/4 ഉണ്ടായിരുന്നു. ഏതേലും കാരണവശാൽ 11/4 ഓപ്ഷനകത്ത് ഇല്ല എന്ന് കണ്ടാൽ നിങ്ങൾ വേറെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ 11നെ 4 വെച്ചൊന്ന് ഹരിക്കണം. 11നെ 4 വെച്ച് ഹരിക്കണം. ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 24 8 ശിഷ്ടം 3. ഇനി ഹരിക്കണമെങ്കിൽ മേളിൽ പോയിന്റ് കൊടുക്കണം. പോയിന്റ് എപ്പോൾ കൊടുക്കണോ അവിടെ വെച്ച് കണക്ക് നിർത്തിയേക്കണം. പോയിന്റ് കൊടുക്കുന്നവരെ നമുക്ക് ചെയ്തു പോവാം. പോയിന്റ് നമ്മൾ എപ്പോഴാണോ കൊടുക്കുന്നത് അവിടെ വെച്ച് കണക്ക് നിർത്തിക്കണം. എന്നതിന് ശേഷം നമ്മൾ നോക്കണം, ഇവിടെ പൂർണ്ണമായി ഹരിച്ചെത്ര കിട്ടിയത് നമുക്ക് 2 ആണ്. ആ 2 എഴുതണം. എത്രയാണ് ഹരിക്കേണ്ടത് ഈ 3നെയാണ് ഹരിക്കേണ്ടത്. എത്ര വെച്ച് ഹരിക്കേണ്ടത്? 4 വെച്ച്. നമ്മുടെ ഓപ്ഷനകത്ത് 2ഉം 3/4 കാണും. ഇത് ചോദിച്ചപ്പോൾ PSC ഓപ്ഷനകത്ത് 11/4 ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ 2ഉം 3/4 എന്നുള്ള ഉത്തരം കിട്ടും. ഇത് തിരിച്ചു നോക്കിയേ, 24 8 8 3 11. 11/4 ഇത് തിരിച്ച് വിഷമ ഭിന്നത്തിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഈ ആൻസർ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2ഉം PSC ഓപ്ഷനകത്തുള്ള ആൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണല്ലോ? ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഛേദങ്ങൾ തുല്യമാണോ എന്ന് നോക്കണം. ഛേദങ്ങൾ തുല്യമല്ല എങ്കിൽ നിങ്ങൾ പറയാൻ പ്രത്യേകിച്ച് പരിപാടി ചെയ്യേണ്ട. ആ സംഖ്യകളുടെ LCM കാണുക. ഛേദങ്ങളുടെ LCM കണ്ടിട്ട് എല്ലാ ആ LCM കൊണ്ടിട്ട് കണ്ടതിന് ശേഷം അതിന്റെ ഛേദത്തെ ആ LCM ആക്കി മാറ്റണം. ആ LCM ആക്കി മാറ്റാനുള്ള കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഛേദങ്ങളെല്ലാം തുല്യമായി കിട്ടിയാൽ പ്രത്യേകിച്ച് കാര്യങ്ങളുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഛേദം എടുക്കുക, അംശങ്ങൾ കൂട്ടാനായിട്ട് കൂട്ടുക, അതിനുശേഷം ഇതിനെ ഹരിച്ച് ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യനകത്ത് 0.09 ഡിവൈഡഡ് ബൈ 0.003 ഇൻറ്റു 0.6 ഡിവൈഡഡ് ബൈ 0.12 ബൈ 0.04 ഡിവൈഡഡ് ബൈ 0.08 ഇൻറ്റു 0.003 ഡിവൈഡഡ് ബൈ 0.27 വില എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഇതാ നോക്കിയോ, ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ഈ സംഖ്യയെ ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഈ കിടക്കുന്ന സംഖ്യയെ ഇത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതൊരു ഭിന്നസംഖ്യ, ഇത് വേറൊരു ഭിന്നസംഖ്യ. 2 ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കാൻ വന്നേക്കോ. ശ്രദ്ധിച്ചോണം, ഇതൊരു ഭിന്നസംഖ്യയാണ്, ഇത് വേറൊരു ഭിന്നസംഖ്യയാണ്. 2 ഭിന്നസംഖ്യകൾ എന്ത് ചെയ്യാൻ വന്നേക്കോ? ഹരിക്കാൻ വന്നേക്കോ. 2 ഭിന്നസംഖ്യകൾ ഹരിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ പാർട്ട് തിരിച്ചിട്ടിട്ട് അങ്ങ് ഗുണിച്ച് വെച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടല്ലോ? ആദ്യത്തെ ഭാഗം നമ്മൾ ഒന്നും ചെയ്യരുത്, അത് അതേപോലെ തന്നെ നിർത്തിയേക്കണം. എന്നിട്ട് ഇത് ഹരണത്തിന്റെ ചിഹ്നം മാറ്റി ഗുണന ചിഹ്നമാക്കണം. ഈ ഭാഗം തിരിച്ചിട്ടാൽ മതി. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. നമുക്ക് നോക്കാം. കാരണം ആദ്യം ഞാൻ ഈ പാർട്ടങ്ങ് ചെയ്യാം. ശ്രദ്ധിച്ചോണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാ. വളരെ ഇമ്പോർട്ടന്റ് ആ, തെറ്റിക്കാനും വളരെ സാധ്യത കൂടുതലാ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ഭാഗം ഒന്നും ചെയ്യരുത്, അതേപോലെ ഇടാം. 0.09 ഡിവൈഡഡ് ബൈ 0.003 ഇൻറ്റു 0.6 ഡിവൈഡഡ് ബൈ 0.12. ഇത്രയും ചെയ്തല്ലോ, ഇത്രയും ചെയ്യാമല്ലോ. ഇതാ ഈ ഹരണത്തിന്റെ ചിഹ്നം ഞാൻ അങ്ങ് മാറ്റുക. മാറ്റിയിട്ട് അങ്ങ് ഗുണന ചിഹ്നമാക്കുക. ഈ ബ്രാക്കറ്റ് ഞാൻ ദാ പൊളിച്ചു, ഗുണന ചിഹ്നമാക്കിയിട്ട് ഇതിനെ ഞാൻ അങ്ങ് തിരിച്ചിടുക. ക്ലിയർ ആവുന്നുണ്ടോ? ഈ ഭാഗം തിരിച്ചിടുമ്പോൾ ഇതങ്ങ് മേളിൽ പോകുന്നിട്ട് ഇത്രയും ഭാഗം മേളിലും ഇത് താഴെ വരും. കാര്യം ഹരണത്തിന്റെ ചിഹ്നം മാറ്റി ഗുണന ചിഹ്നം തിരിച്ചിടുമ്പോൾ 0.08 ഡിവൈഡഡ് ബൈ 0.04 ഇൻറ്റു 0.27 ഡിവൈഡഡ് ബൈ 0.003. ഇത്രയും കാര്യം കിട്ടി. ഇവിടെ വരെ ഓക്കെ ആണോ? ഇത്രയും വരെ നിങ്ങൾ ആദ്യം ചെയ്യുക. ചെയ്തതിനു ശേഷം വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതിന്റെ ആൻസർ ചെയ്ത് മാറ്റാൻ പോകും. നിങ്ങൾ നോക്കണം, വളരെ സെക്കൻഡുകൾക്ക് നമ്മൾ ചെയ്യാൻ പോകും. ഇതെല്ലാം പോയിന്റിനെ നമ്മൾ ഒഴിവാക്കാൻ പോകണോ? നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഒഴിവാക്കാൻ പോവാ. എങ്ങനെ ഒഴിവാക്കാൻ പോകുന്ന വെച്ചാൽ ആദ്യം നോക്കിക്കോണം. ഞാൻ ഈ പോയിന്റ് ഒന്നും ഇല്ലാതെ ഈ സംഖ്യകൾ മാത്രം എഴുതാൻ പോകും. ഓക്കെ ആണേ? നിങ്ങൾ നോക്കിക്കോ, പോയിന്റ് ഒന്നും ഇല്ലാതെ ഞാൻ ആദ്യം എഴുതി 9 ഇൻറ്റു 6 ഇൻറ്റു 8 ഇൻറ്റു 27 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 12 ഇൻറ്റു 4 ഇൻറ്റു 3. ഇത്ര എഴുതാമല്ലോ. ഞാൻ ആദ്യം ഈ പോയിന്റുകളെല്ലാം ഒഴിവാക്കി. ശ്രദ്ധിച്ചോണേ, പോയിന്റുകളെല്ലാം ഒഴിവാക്കി സംഖ്യകൾ മാത്രം 6 9 6 8 27 അതേപോലെ 3 12 4 3 ഇത്ര എഴുതാമല്ലോ. ഇത്ര ചെയ്യുന്നതിന് എന്തോ പാട്? ഇത് വളരെ സിമ്പിളാണ്. ഇനിയാണ് ഇതിനകത്ത് പോയിന്റ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സ്ഥാനം എത്രയാണെന്ന് നോക്കണം. പോയിന്റ് കഴിഞ്ഞ് ഇവിടെ നോക്കിയേ, 1 2 3 ഇവിടെ ഒരെണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം. ഓക്കെ, മൊത്തം ഇവിടെ എണ്ണം
1 2 3 4 5 6 7 മുകളിൽ 7 സ്ഥാനം. മുകളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 7 സ്ഥാനം. ഒന്നുകൂടെ എണ്ണ. ഇവിടെ 2 3 4 5 6 7 7ആയേ. ഇനി താഴെ എത്ര നോക്കാം. 1 2 3 ഓക്കെ ആണല്ലോ. 4 5 6 7 8 9 10 താഴെ 10 സ്ഥാനം. പോയിന്റ് കഴിഞ്ഞിട്ട് താഴെ 10 സ്ഥാനം. മുകളിൽ 7 സ്ഥാനം. ഓക്കെ ആണല്ലോ. നിങ്ങളപ്പോൾ ശ്രദ്ധിക്കണം, പോയിന്റ് കഴിഞ്ഞ് ഏറ്റവും കുറച്ച് സ്ഥാനം മുകളിലാണോ താഴെയാണോ നോക്കിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ. പോയിന്റ് കഴിഞ്ഞ് ഏറ്റവും കുറവ് സ്ഥാനം വരുന്നത് മുകളിലാണോ താഴെയാണോ. അപ്പൊ മുകളിൽ 7 സ്ഥാനമേ ഉള്ളൂ, താഴെ 10 സ്ഥാനമുണ്ട്. ഓക്കെ ആണല്ലോ. മുകളിൽ 7 സ്ഥാനവും താഴെ 10 സ്ഥാനവും. അപ്പൊ സ്ഥാനം ഏറ്റവും കുറവ് എവിടാ? കുറവെന്ന് വെച്ചാൽ മുകളിലാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. മുകളിലാണ് കുറവ്. എത്ര സ്ഥാനത്തിന്റെ കുറവ്? 3 സ്ഥാനത്തിന്റെ കുറവ്. കാര്യം മുകളിൽ 7 ഉള്ളൂ, താഴെ 10 ഉണ്ട്. അപ്പൊ മുകളിൽ 3 സ്ഥാനത്തിന്റെ കുറവുണ്ട്. 1 സ്ഥാനത്തിന്റെ കുറവുണ്ട് എങ്കിൽ മുകളിൽ ഒരു പൂജ്യമുള്ള സംഖ്യയായ 10 കൊണ്ട് ഗുണിക്കണം. എന്ന് വെച്ചാൽ മുകളിൽ ഒരു 10 ഇട്ട് കൊടുക്കണം. ഇനി 2 ആണെങ്കിൽ മുകളിൽ 100 ഇട്ട് കൊടുക്കണം. 2 പൂജ്യമുള്ള സംഖ്യയായ 100 ഇട്ട് കൊടുക്കണം. 3 ആണെങ്കിൽ 3 പൂജ്യമുള്ള സംഖ്യയായ 1000 കൊണ്ട് ഗുണിക്കണം. അല്ലെങ്കിൽ 10നെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കണം. ഒരു പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനം കുറവെങ്കിൽ ഒരു 10, 2 സ്ഥാനമെങ്കിൽ 2 10, 3 സ്ഥാനമെങ്കിൽ 3 10 എന്ന് വെച്ചാൽ 10 ഗുണം 10 ഗുണം 10 1000. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ മുകളിൽ 7 സ്ഥാനവും താഴെ 10 സ്ഥാനവും. അപ്പോൾ കുറവ് മുകളിൽ എത്ര സ്ഥാനം? 3 സ്ഥാനം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് പകരമായിട്ട് ഒരു 3 പൂജ്യമുള്ള സംഖ്യയായ ഒരു 1000 അങ്ങ് ഇട്ട് കൊടുക്കും. ഇത്രയും ഓക്കെ ആണല്ലോ. ഇത്രയും ചെയ്യാമല്ലോ. നമ്മൾ പോയിന്റ് മാറ്റി ഇങ്ങനെ അങ്ങ് ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവനെ അങ്ങ് വെട്ടി അങ്ങ് ചെറുതാക്കാം. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിയേ, ഒരു 4 4 2 4 8 8ന് 4 വെച്ചിരിക്കുമ്പോൾ 2 കിട്ടും. ഇനി വെട്ടാം. ഒരു 6 6 ഈ 6 12. ഓക്കെ. 12 ഒരു 6-നകത്ത് 6 പ്രാവശ്യം, 12-നകത്ത് 2 പ്രാവശ്യം. ഈ രണ്ടും കൂടെ അങ്ങ് ക്യാൻസൽ ആയിപ്പോവും. 2 2 കൂടെ അങ്ങ് വെട്ടും. ഇനി വെട്ടാം. ഒരു 3 3 3 9 ഈ 3 ഈ 3 കൂടെ അങ്ങ് വെട്ടിപ്പോവും. എല്ലാം വെട്ടി. ഓക്കെ ആണല്ലോ. ഇനി വെട്ടാത്തതായിട്ട് എന്തുണ്ട്? ഒരു 27 കിടപ്പുണ്ട്. ഇനി എന്താണ്? വെട്ടാത്തതായിട്ട് ഒരു 27 കിടപ്പുണ്ട്. 27 ഗുണം 1000. 27 ഗുണം 1000. ഒരു സംഖ്യയെ 1000 കൊണ്ട് ഗുണിക്കുന്നതിന് വരെ ഒരു 3 പൂജ്യം കൊണ്ട് എടുത്താൽ മതി. ആൻസർ 27000 എന്നുള്ളതായിരിക്കും ഇതിന്റെ ആൻസർ. ഒന്ന് എത്ര ഇട്ടോ? 27000. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് വളരെ സിമ്പിൾ ആണ്. ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് പോർഷൻ ഒന്നും ചെയ്യരുത്, അതേപോലെ ഇടുക. ഇത് ഈ ഭിന്നസംഖ്യയെ ഈ ഭിന്നസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നർത്ഥം. ഇങ്ങനെ തരണ്ടേ? ഉദാഹരണം, ചുമ്മാ ഒരു ഉദാഹരണം പറയണ്ടേ. 3.5 ഡിവൈഡഡ് ബൈ 7.25 ഡിവൈഡഡ് ബൈ ഇങ്ങനെ കൊടുക്കാം. ഡിവൈഡഡ് ബൈ 3.5 ഡിവൈഡഡ് ബൈ 4.7 ഇങ്ങനെ വന്നാൽ നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്? ഈ ഫസ്റ്റ് പോർഷൻ ഒന്നും ചെയ്യരുത്. എന്ത് ചെയ്യണം? 3.5 ഡിവൈഡഡ് ബൈ 7.25. ഇവിടെ ഹരണം. ഇത് ഹരിക്കാനുള്ള വരയുടെ താഴെ ഒരു ഭിന്നസംഖ്യ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കണം. തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ 4.7 മേളും 3.5 താഴെയും വരും. ഈ റൂള് തന്നെയാണ് ഇവിടെ. ഈ ഹരണത്തിന്റെ വരയ്ക്ക് പകരം ഇവിടെ സൈൻ കൊടുത്തേക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതോ ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കുന്നു. ആ റൂള് തന്നെ. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഹരണത്തിന്റെ ചിഹ്നം മാറ്റി ഗുണനം ഇത് തിരിച്ചിടുന്നു. തിരിച്ചിട്ടിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതേപോലെ എഴുതി. ഇനി എന്തുവാ? ഇതെല്ലാം ദശാംശ സംഖ്യ പോയിന്റ് എല്ലാം മാറ്റി. 9 6 8 27 3 12 4 3 അതെല്ലാം നമ്മൾ അങ്ങ് എഴുതുക. എഴുതിയതിനു ശേഷം ഏറ്റവും കുറവ് പോയിന്റ് കഴിഞ്ഞ സ്ഥാനം എവിടാ? മുകളിൽ 7 സ്ഥാനവും താഴെ 10 സ്ഥാനമുണ്ട്. പോയിന്റ് 7. ഇപ്പൊ കുറവ് മുകളിൽ എത്ര സ്ഥാനം? 3 സ്ഥാനം. അപ്പൊ 3 പൂജ്യമുള്ളതായ 1000 അങ്ങ് മണ്ടയ്ക്ക് എഴുതും. ഓക്കെ ആണല്ലോ. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യണം? ബാക്കിയുള്ള നമ്മൾ വെട്ടിക്കളയുമ്പോൾ 27 ഗുണം 1000 27000 എന്നുള്ള ഉത്തരവായിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 20 കുട്ടികളുടെയും 5 അധ്യാപകരുടെയും ശരാശരി വയസ്സ് 20 ആണ്. ഒരു അധ്യാപകൻ ഒഴിവായി പോയിട്ട് മറ്റൊരു അധ്യാപകൻ വന്നപ്പോൾ ശരാശരി വയസ്സ് 1 കൂടി. അവരുടെ വയസ്സുകളുടെ വ്യത്യാസം എത്ര? ഓക്കെ ആണല്ലോ. ഓക്കെ. ക്വസ്റ്റ്യൻ നോക്കിയേ. 20 കുട്ടികളുടെയും 5 അധ്യാപകരുടെയും ശരാശരി വയസ്സ് 20 ആണ്. ഒരു അധ്യാപകൻ പോയി പകരം മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി 1 കൂടി. പോയ അധ്യാപകന്റെ വയസ്സ് എത്രയാണെന്ന് നമ്മളോട് പറയുന്നില്ല. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ പോയ അധ്യാപകന്റെയും വന്ന അധ്യാപകന്റെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒറ്റ സ്റ്റെപ്പിൽ, സിംഗിൾ സ്റ്റെപ്പിൽ നമ്മൾ ഇതിന്റെ ആൻസർ ചെയ്യും. എങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് ശരാശരി കൂടുവാന്ന് പറഞ്ഞാൽ, ഒരാളുടെ ശരാശരി, ഒരു അധ്യാപകൻ പോയി വേറൊരു അധ്യാപകൻ തിരിച്ചു വരുമ്പോൾ ശരാശരി കൂടുവാന്ന് പറഞ്ഞാൽ പോയ അധ്യാപകന്റെ വയസ്സ് തിരിച്ചു കൊണ്ടുവെക്കണം ആദ്യോടെ.
അപ്പോഴാണ് ശരാശരിയിൽ വ്യത്യാസമില്ലാതെ നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. പിന്നീട് അയാൾ ഉൾപ്പെടെ അവിടെ എത്ര പേരുണ്ടോ അവർക്കെല്ലാം ഓരോ വയസ്സ് വീതം കൊടുക്കാൻ കഴിവുണ്ടെങ്കിലേ ശരാശരി ഒന്ന് കൂടത്തുള്ളൂ. ഇനി പോയ അധ്യാപകന്റെ വയസ്സ് തിരിച്ചു കൊണ്ടുവെക്കുകയും അയാൾ ഉൾപ്പെടെ എല്ലാവർക്കും ഈ 2 വയസ്സ് വീതം കൊടുക്കാനും കഴിവുള്ളൊരുത്തനാണ് തിരിച്ചു വരുന്നതെങ്കിൽ ശരാശരി 2 കൂടിയെന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? അപ്പോൾ ഇനി 3 ശരാശരി 3 കൂടുവാണെങ്കിൽ പോയ വയസ്സ് തിരിച്ചു കൊണ്ടുവെക്കണം, എല്ലാവർക്കും 3 വയസ്സ് വീതം കൊടുക്കാനും കഴിയണം. അപ്പോൾ പോയ ആളുടെ വയസ്സ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ആ വയസ്സ് തിരിച്ചയാൾ കൊണ്ടുവച്ചിട്ടുണ്ട്, അത് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. കാര്യം എന്താ, ക്വസ്റ്റ്യനകത്ത് പറയുക അയാളുടെ വയസ്സ് എത്രയാണെന്ന് നമുക്ക് അറിയണ്ട, പുതിയതായിട്ട് വന്ന ആളുടെ വയസ്സ് എത്രയാണെന്ന് നമുക്ക് അറിയണ്ട. ഓക്കെ, ശരാശരിയിലെ വ്യത്യാസം എത്രയാണെന്ന് മാത്രമേ പോയ ആളും വന്ന ആളും തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ വന്ന ആൾക്ക് പോയ വയസ്സ് തിരിച്ചു കൊണ്ട് വെക്കാനുള്ള കഴിവുണ്ട്. പിന്നെ അവിടെ അയാൾ ഉൾപ്പെടെ 25 പേർ, കാര്യം 20 കുട്ടികളും 5 അധ്യാപകരും, ഒരാൾ പോയി പകരം വേറൊരാൾ വന്നു, അപ്പൊ തന്നെ അപ്പോഴും 5 പേര്, അവർക്ക് എല്ലാവർക്കും ഓരോ വയസ്സ് വീതം കൊടുക്കാനും കഴിവുള്ള ഒരുത്തനാണ് തിരിച്ചു വന്നേക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ എത്ര പേരുണ്ട്? മൊത്തത്തിൽ 20 വിദ്യാർത്ഥികളും 5 അധ്യാപകരും ഉണ്ട്. മൊത്തത്തിൽ 25 പേരാണ് അവിടെ ഉള്ളത്. ഈ 25 പേർക്കും പോയ അധ്യാപകന്റെ വയസ്സ് തിരിച്ചു വെച്ചതിന് ശേഷം ഓരോ വയസ്സ് കൊടുക്കാൻ കഴിവുള്ള ഒരു അധ്യാപകനാണ് തിരിച്ചു വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ ഈ 25 പേർക്കും ഓരോ വയസ്സ് വീതം കൂടും. ഒരാൾക്കല്ല, 25 പേർക്ക് ഓരോ വയസ്സ് വീതം പുതിയ അധ്യാപകൻ വരുമ്പോൾ കൂടും. അപ്പൊ 25 ഗുണം 1 25. പോയ അധ്യാപകനെക്കാട്ടിലും 25 വയസ്സ് കൂടെ ഉള്ള ഒരു അധ്യാപനാണ് തിരിച്ചു വന്നിരിക്കുന്നത്. പോയ അധ്യാപകനെക്കാട്ടിലും 25 വയസ്സ് കൂടും. കാരണം എന്താ, അയാൾ മറ്റേ പോയ അധ്യാപകന്റെ വയസ്സ് ഇവിടെ തിരിച്ചു കിട്ടി. പിന്നീട് അയാൾ ഉൾപ്പെടെ എല്ലാവർക്കും ഓരോ വയസ്സ് കൊടുക്കാൻ പറ്റും. അയാൾ ഉൾപ്പെടെ 25 പേരുണ്ട്, 25 പേർക്ക് ഓരോ വയസ്സ് വീതം കൊടുക്കുമെന്ന് വെച്ചാൽ 25 വയസ്സോടെ അയാൾക്ക് അധികം ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ പുതുതായിട്ട് വന്ന അധ്യാപകനെ പോയ അധ്യാപകന് തമ്മിലുള്ള വയസ്സുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 25 വയസ്സാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. ഈ ക്വസ്റ്റ്യനകത്ത് കുറച്ച് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. ഓക്കെ, എങ്കിലും PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുമില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ അങ്ങ് വായിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെയാണല്ലോ. 3 പാത്രങ്ങളിലായി ഏറ്റവും കുറഞ്ഞത് എത്ര ലിറ്റർ വീതം അരി ഉണ്ടായാലാണ് 6 ലിറ്റർ, 8 ലിറ്റർ, 9 ലിറ്റർ വീതം അളവ് പാത്രങ്ങൾ യഥാക്രമം ഓരോന്നിലും ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് അരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത് കുറച്ച് മൊത്തം ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകൾ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. യഥാർത്ഥത്തിൽ ഈ ക്വസ്റ്റ്യൻ സാധാരണ ഇങ്ങനെ പറയാം, 6, 8, 9 എന്നീ സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എത്ര? മനസ്സിലായല്ലോ? ഓക്കെ, അല്ലെങ്കിൽ ഈ സംഖ്യ കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ പാത്രം, ഇങ്ങനെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അത് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഇത് PSC ചോദിച്ചിട്ടുള്ള, നമ്മൾ സാധാരണ PSC ഇത് ചോദിക്കുന്നത് 6, 8, 9 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എത്ര എന്നൊക്കെ ചോദിക്കുന്നത് പോലെ ഒരു പാത്രത്തിന്റെ അളവൊക്കെ പറഞ്ഞ് ചോദിച്ചേക്കുക. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതൊന്നും ചെയ്യേണ്ടത് ഈ സംഖ്യയുടെ LCM കണ്ടെച്ചാൽ മതി. ഇത് PSC ചോദിച്ചതും ഇത് ക്യാൻസൽ ചെയ്യാത്തത് കൊണ്ട് മാത്രം ഞാൻ ഇത് ചെയ്ത് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഒരുപാട് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകൾ ഉണ്ട് ആ ക്വസ്റ്റ്യനകത്ത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ഈ സംഖ്യകളുടെ LCM ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ LCM കണ്ടാൽ നമുക്ക് 2 വെച്ചിരിക്കുമ്പോൾ 3, 2, 6, 4, 2, 8, 9 അത്രയ്ക്ക് അടുത്ത 3 വെച്ച് 1, 3, 3, 4 അത്രയ്ക്ക് 3, 9. ഇവയുടെ LCM എന്ന് പറഞ്ഞാൽ 2 × 3 × 4 × 3. ഓക്കെ, 3, 4, 12 ഗുണം 3 36, 36 ഗുണം 2 72. ഇവയുടെ LCM എന്ന് പറയുന്നത് 72 ആണ്. ഇതായിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സംഖ്യയുടെ 2/3 ഭാഗവും ആ സംഖ്യയുടെ 1/6 ഭാഗവും കൂട്ടിയപ്പോൾ 30 കിട്ടി. സംഖ്യ ഏത്? ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സംഖ്യയുടെ 2/3 ഭാഗവും ആ സംഖ്യയുടെ 1/6 ഭാഗവും തമ്മിൽ കൂട്ടിയപ്പോൾ ഏതോ ഒരു സംഖ്യയുടെ 2/3 ഭാഗവും 1/6 ഭാഗവും തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരമാണ് 30. മനസ്സിലായോ? സംഖ്യ ഏതാണെന്ന് അറിയത്തില്ല. ആ സംഖ്യ നമ്മൾ X എന്ന് എടുക്കും. സംഖ്യ സമം X. സംഖ്യ ഏതോ ഒരു സംഖ്യ. അപ്പൊ എന്താണ് 2 X എന്ന് പറയുന്ന ഈ സംഖ്യയുടെ 2/3 ഭാഗവും 1/6 ഭാഗവും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 30. ഇത്ര ഓക്കെ ആണല്ലോ. ഓക്കെ, ഇത് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആദ്യം നമ്മൾ ഇതങ്ങ് കൂട്ടുക. പിന്നെ സംഖ്യ കൂട്ടാൻ നേരത്തെ കൊണ്ട് പഠിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ X ഇൻറ്റു, അപ്പൊ ഇതാണ് ആദ്യം ഈ ബ്രാക്കറ്റിലുള്ള പരിപാടി ചെയ്യുക. 2 രീതി ചെയ്യാം. ഒന്നീ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അല്ലെങ്കിൽ LCM ചെയ്യാം. LCM നേരത്തെ പഠിപ്പിച്ചു. നമുക്ക് അതുകൊണ്ട് 2 എണ്ണമുള്ളതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അങ്ങ് ചെയ്യാം. എങ്ങനെ? 3 × 6 ഇത് ക്രോസ് ചെയ്യുക. 2 × 6
പ്ലസ് 1 ഇൻറ്റു 3 ഓക്കെ ആണല്ലോ ഈക്വൽ ടു 30. ഓക്കെ ഇത് തമ്മിൽ ഗുണിച്ചു. ഇനി എന്താ എക്സ് ഇൻറ്റു നോക്കാം എക്സിൻ്റെ 3 18 ഇൻറ്റു നോക്കേടാ 26 12 പ്ലസ് 1 3 ഓക്കെ ഈക്വൽ ടു 30 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഇൻറ്റു വേണ്ടേ 12 3 കൂടുമ്പോൾ 15 ഡിവൈഡഡ് ബൈ 18 ഈക്വൽ ടു 30 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഓക്കെ അപ്പോൾ ആദ്യം എന്ത് ചെയ്തു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു 3 18 1 26 12 1 3 അപ്പോൾ എത്രയുണ്ട് 12 പ്ലസ് 3 15 ഡിവൈഡഡ് ബൈ 18. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റിന്റെ ആവശ്യമേ ഇല്ല. ബ്രാക്കറ്റ് അങ്ങ് പൊളിക്കുക. ബ്രാക്കറ്റ് പൊളിച്ചാൽ ഉടനെ ഗുണനചിഹ്നം കൊടുത്തു. ഗുണനചിഹ്നം നമുക്ക് വേണ്ടത് എക്സ് ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. എന്താണോ വേണ്ടത് അതിനെ മാത്രം അവിടെ നിലനിർത്തണം. ബാക്കിയുള്ളതിനെ അങ്ങ് സമത്തിന് അപ്പുറത്തോട്ട് അങ്ങ് കൊണ്ടുപോയേക്കണം. എങ്ങനെ കൊണ്ടുപോകും? സമത്തിന് ഇപ്പുറത്തെ സംഖ്യ ഗുണിച്ചേക്കുവാണെങ്കിൽ ഹരിക്കണം, ഹരിച്ചേക്കോനെ ഗുണിക്കണം, കൂട്ടിയേക്കോനെ കുറയ്ക്കണം, കുറച്ചേക്കോനെ കൂട്ടണം, പ്ലസ് മൈനസ് ആക്കണം, മൈനസ് പ്ലസ് ആക്കണം. സമത്തിന് ഇപ്പുറത്ത് എന്ത് പ്രവൃത്തിയാണോ ചെയ്തത് അതിന്റെ ഓപ്പോസിറ്റ് പ്രവൃത്തി. ഓക്കെ അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കേണ്ട എക്സ് മാത്രം ഇവിടെ നിലനിർത്തി ബാക്കിയുള്ളതിനെ അങ്ങ് അപ്പുറത്തോട്ടുണ്ട്. അപ്പോൾ എന്താ 30 ഇൻറ്റു ഇതങ്ങ് അപ്പുറത്ത് 18 വരയുടെ താഴെ കിടക്കുന്നേ ഹരിച്ചേക്കും അപ്പുറത്ത് ഗുണിക്കണം, വരയുടെ മേളിൽ പോകണം. ഈ 15 ഗുണിച്ചേക്കുക അത് മേളിൽ കിടക്കും. ഇപ്പുറത്ത് വരുമ്പോൾ വരയുടെ താഴെ വരണം 15. മനസ്സിലായി? മേളിൽ കിടന്ന 15 താഴെ വന്ന് താഴെ കിടന്ന 18 മേളിലും പോയി. ഇനി വെട്ട 1 15 15 2 15 ആണ് 30. 1 15 15 2 15 30 2 ഗുണം 18 എത്ര കിട്ടി? 36. സംഖ്യ എന്ന് പറയുന്നത് 36 ആണ്. ക്ലിയർ ആണല്ലോ. ഒരു സംഖ്യ 36. 36ന്റെ 2/3 ഭാഗവും 1/6 ഭാഗം കൂടെ കൂട്ടിയപ്പോൾ 30 കിട്ടി എന്നാണ് പറയുന്നതെങ്കിൽ സംഖ്യ 30 ആണ്. ഓക്കെ 36 ആണ്. ശരിയാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണോ? ഒന്ന് ചെക്ക്. നമ്മുടെ സംഖ്യ എക്സ് എന്ന് പറയുന്നത് 36 ആണ്. എക്സിന്റെ വില കിട്ടി. ഇത് ശരിയാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം. 36 എന്നാണ് നമ്മുടെ സംഖ്യ. ഒരു സംഖ്യയുടെ 2/3 ഭാഗം 36ന്റെ 2/3 ഭാഗം ഒന്ന് എടുത്തേ. ഉണ്ടേ 1 3 3 12 3 36 12 ഗുണം 2 24. ഇനി ആ സംഖ്യയുടെ 1/6 ഭാഗം ഈ 36ന്റെ 1/6 ഒരു 6 6 36 6 കിട്ടി. ഈ ഒരു സംഖ്യയുടെ 36 സംഖ്യയുടെ 2/3 ഭാഗവും ആ സംഖ്യയുടെ 1/6 ഭാഗവും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്നാ പറഞ്ഞത്? 30 കിട്ടുമെന്നല്ലയോ? എത്ര കിട്ടി? ഇവിടെ 24 കിട്ടി, ഇത് 6 കിട്ടി. തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 30 തന്നെ കിട്ടിയില്ലയോ? ഇത്ര ശരിയായില്ലയോ? അപ്പൊ സംഖ്യ എന്ന് പറയുന്നത് 36 ആണ്. അപ്പൊ ഏതോ ഒരു സംഖ്യ അതിന് എക്സ് എന്ന് എടുക്കുക. അതിന്റെ 2/3 ഭാഗവും 1/6 ഭാഗം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 30. അപ്പൊ നമ്മളിത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 15/18 ഈക്വൽ ടു 30 എന്ന് കിട്ടും. അപ്പൊ എക്സ് ഈക്വൽ ടു ഇത് ഞങ്ങൾ സമത്തിന് അപ്പുറം കൊണ്ടുപോവുക. തിരിച്ചിടുമ്പോൾ 18 മേളിലും 15 താഴെയും വരും. വെട്ടുമ്പോൾ 2 കിട്ടും. 2 ഗുണം 18 36. ശരിയാണോന്ന് 36നെ 2/3 ഭാഗം എടുത്തപ്പോൾ 24, 1/6 ഭാഗം എടുത്തപ്പോൾ 6, 24 6 കൂട്ടുമ്പോൾ 30 കിട്ടി. സംഖ്യ എന്ന് പറയുന്നത് അപ്പോൾ 36 ആണ്. കൂട്ടിയപ്പോൾ 30 കിട്ടി. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ √0.009/0.16 പ്ലസ് √0.0016 ഡിവൈഡഡ് ബൈ 0.09 തുല്യമായത് ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ക്വസ്റ്റ്യൻ നോക്കിയേ. √0.009 ഡിവൈഡഡ് ബൈ 0.16 പ്ലസ് √0.0016 ഡിവൈഡഡ് ബൈ 0.09. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതി ചെയ്യാം. നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഇതിനകത്തിട്ട് തന്നെ പരിപാടി അങ്ങ് നടത്താം. ആദ്യത്തെ പരിപാടി നോക്കിയേ. ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ് മാറ്റുന്നതല്ല. ആദ്യം ഇവിടെ 9 എഴുതാം, ഇവിടെ 16 എഴുതാം. നേരത്തെ മാറ്റുന്നതല്ല, പോയിന്റ് മാറ്റുന്നതല്ല. 9ഉം 16 എഴുതി. ഓക്കെ ആണ്. നമ്മൾ ഇവിടുത്തെ പോയിന്റ് എല്ലാം ഒഴിവാക്കി. ഇനി നോക്കണം ഇവിടെ പോയിന്റിന് എത്ര സ്ഥാനമുണ്ട്? 1 2 3 4 സ്ഥാനം. ഇവിടെ എത്ര സ്ഥാനം? 2 സ്ഥാനം. അപ്പൊ കുറവ് എവിടാ? കുറവ് താഴെയാണ്. അപ്പൊ താഴെയാണ് കുറവെങ്കിൽ താഴെ എത്ര സ്ഥാനത്തിന്റെ കുറവുണ്ട്? 2 സ്ഥാനം. മേളിൽ 4, ഇവിടെ 2 ആണ്. അപ്പൊ കുറവ് താഴെയാണ്. എത്ര സ്ഥാനമാണ്? 2 സ്ഥാനത്തിന്റെ കുറവാണുള്ളത്. 1 സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ 1 0 കൊടുക്കണം. 2 സ്ഥാനത്തിന്റെ കുറവാണ് 2 0 കൊടുക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ കുറവ് താഴെയുണ്ട്. നമ്മൾ താഴെ 2 0 കൊടുത്ത്. ഓക്കെ ആണല്ലോ? അപ്പൊ കാര്യം 100 കൊണ്ട് ഗുണിച്ചു, 10 കൊണ്ട് ഗുണിച്ചു. ഒരു സ്ഥാനമാണെങ്കിൽ 10 കൊണ്ട് ഗുണിക്കുക, 2 സ്ഥാനം 100 കൊണ്ട് ഗുണിക്കുക. ആ ഒരു സെറ്റപ്പാണ് ഈ പറഞ്ഞത്. പ്ലസ് റൂട്ട് ഓഫ് അടുത്ത് നോക്കണം. ഇവിടെ 16 ഡിവൈഡഡ് ബൈ ഇവിടെ അതേപോലെ എഴുതണം. ഇവിടെ പോയിന്റ് കഴിഞ്ഞാൽ എത്ര സ്ഥാനം ഉണ്ട്? 2 3 4. ഇവിടെ എത്ര? 2 സ്ഥാനം. കുറവ് എവിടെ? താഴെ. എത്ര സ്ഥാനം? 2 സ്ഥാനം. അപ്പൊ താഴെ എന്ത് കൊടുത്തു? 2 0 കൊടുത്തു. ഇത്രയും വരെ ചെയ്തു. ഓക്കെ. ഇനി എന്താണ്ട് നോർമൽ കേസിന്റെ റൂട്ട് എടുക്കുക. 9ന്റെ റൂട്ട് എന്ന് വെച്ചാൽ 3
16 റൂട്ട് 4, 16 എന്ന് വെച്ചാൽ 1600, 1600 റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 40 ഓക്കെ, 40 ഗുണം 40. കാര്യം എന്താ? 9 റൂട്ട് 3 എടുത്ത്, 14 റൂട്ട് 4 എടുത്ത്, 2 0 ആണെങ്കിൽ വെളിയിൽ വരുമ്പോൾ 1 0 കൊടുത്താൽ മതി. 2 0 ആണെങ്കിൽ വെളിയിൽ വരുമ്പോൾ 1 0 കൊടുത്താൽ മതി. പ്ലസ് നോക്കിയേ, ഇവിടുത്തെ 14 റൂട്ട് എത്ര? 4. ഇവിടെ 9ന്റെ റൂട്ട് എത്ര? 3. അപ്പോൾ ഈ 900 റൂട്ട് എന്ന് വെച്ചാൽ 30 നമ്മൾ എന്ത് ചെയ്യണം? 0 2 0 ഇല്ലയോ? അപ്പോൾ വെളിയിൽ വരുമ്പോൾ 1 0 കൊടുത്താൽ മതി. ഇത്ര വരെ ഓക്കെ ആണോ? ഓക്കെ, നിങ്ങൾ നോക്കിയേ, ഒന്നുകൂടെ പറയാം. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. അപ്പോൾ എന്താണ്? ഇപ്പം നമ്മൾ 9/16 എന്നങ്ങ് എഴുതും. ആദ്യം കുറവ് എവിടാ? പോയിന്റ് കുറഞ്ഞ സ്ഥാനം എവിടാ? 2 സ്ഥാനം താഴെ. അപ്പോൾ 2 0 കൊടുത്തു. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഇവിടെ 16, ഇവിടെ 16 9 എന്ന് എഴുതി. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. കുറവ് എവിടാ? താഴെ. എത്ര സ്ഥാനത്തിന്റെ കുറവ്? 2 പോയിന്റിന്റെ കുറവുണ്ട് ഇവിടെ. അപ്പൊ 2 0 കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? 9ന്റെ റൂട്ട് 3, 14 റൂട്ട് 4, പോയിന്റ് കഴിഞ്ഞിട്ട് റൂട്ടിനകത്ത് 2 0 ആണെങ്കിൽ വെളി വരുമ്പോൾ 1 0. അതേപോലെ ഇവിടെ 14 റൂട്ട് 4, ഇവിടെ 9ന്റെ റൂട്ട് 3, 0 ഇവിടെ 2 0 ഉണ്ടെങ്കിൽ വെളിയിൽ വരുമ്പോൾ 1, 2-ന് 1, 4-ന് 2, 6-ന് 3, അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് തെറ്റി 3/40 പ്ലസ് 4/30. നേരത്തെ ചെയ്തപോലെ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് ചെയ്യാം. ഒന്നീ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അല്ലെങ്കിൽ LCM ചെയ്യാം. അപ്പോൾ നോക്കിയേ, 40 × 30, 40 × 30. ഇത് ആദ്യം 40 30 ഇത് ഗുണിക്കുക. ഗുണിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? 3 × 30 പ്ലസ് ഇതിനെ അങ്ങോട്ട് ക്രോസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? എന്നിട്ട് 4 × 4 × 40, 4 × 40. ഓക്കെ, 3 × 30 ഇത് 4 × 40. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ബാലൻസ് എങ്ങനെ ചെയ്യാം? നോക്കിയേ, 3 9 0, 90, 4 16 0, 160 ഡിവൈഡഡ് ബൈ എത്ര? 3 4 12 2 0. ഇത്രയും വരെ ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നോക്കിയേ, 160 90, 160 90 കിട്ടിയല്ലോ. ഏതെട്ടി? 250 ഡിവൈഡഡ് ബൈ 1200. 150 90 കൂട്ടുമ്പോൾ 250 കിട്ടും. 250 ഡിവൈഡഡ് ബൈ എത്ര? 1200. ഈ 0 അങ്ങ് വെട്ടി, 0 വെട്ടങ്ങ് കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എത്ര വെച്ച് വെട്ടാ? 5 വെച്ച് വെട്ടാ. 5 വെച്ച് വെട്ടുമ്പോൾ എത്ര കിട്ടി? I5 25. ഓക്കെ ആണോ? I5 25. ഓക്കെ, ഈ 5 10, ശിഷ്ടം 2, 4 5 20. 5/24 ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമുക്ക് ഒന്നുകൂടെ പറയാം. ഒന്ന് ശ്രദ്ധിച്ചോണേ. റൂട്ട് ഓഫ് 0.0009 ഡിവൈഡഡ് ബൈ 0.16. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് ഒഴിവാക്കിയിട്ട് 9ഉം 16ഉം അങ്ങ് എഴുതും. പോയിന്റ് കുറവ് എവിടെ? താഴെ 2 സ്ഥാനം. അപ്പോൾ 2 0 ഇട്ട് കൊടുക്കും. കുറവ് എത്ര ആണോ അത്രയും 0 ഇട്ട് കൊടുക്കണം. ഇതേപോലെ 16 9 അങ്ങ് എഴുതണം. 16 9 പോയിന്റ് കഴിഞ്ഞിട്ട് കുറവ് സ്ഥാനം എവിടെ? താഴെ 2 സ്ഥാനം. അപ്പോൾ താഴെ 2 0 കൊടുത്തു. ഇനി എന്തുവാ? 9ന്റെ റൂട്ട് 3, 14 റൂട്ട് 4, 0 കഴിഞ്ഞിട്ട് 2 0 ഉണ്ടെങ്കിൽ റൂട്ട് എടുക്കുമ്പോൾ 1 0 കൊടുത്താൽ മതി. 14 റൂട്ട് 4 പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 9 റൂട്ട് 3, 2 0 ഉണ്ടെങ്കിൽ റൂട്ട് എടുക്കുമ്പോൾ വെളി വരുമ്പോൾ 1 0 എടുത്താൽ മതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഏറ്റവും അവസാനം വെട്ടി ചെറുതാക്കണം. PSCയുടെ ഓപ്ഷനകത്ത് 5/24 ആയിരുന്നു ആൻസർ. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരാൾ 15% ലാഭത്തിന് 10 കിലോഗ്രാം ആപ്പിൾ വിറ്റു. 10 കിലോഗ്രാം ആപ്പിളിന്റെ വില 500 രൂപയെങ്കിൽ 1 കിലോഗ്രാം ആപ്പിളിന്റെ വിറ്റ വില എന്ത്? ക്വസ്റ്റ്യൻ നോക്കിയേ. 10 കിലോഗ്രാം ആപ്പിളിന്റെ വില 500 രൂപ. 10 കിലോഗ്രാം ആപ്പിളിന്റെ വില 500 രൂപ. ഓക്കെ ആണല്ലോ. യെസ്. എന്നിട്ട് എന്ത് പറയുന്നത്? ഈ ആപ്പിള് 10 കിലോഗ്രാം ആപ്പിൾ അയാൾ വിറ്റേക്കുന്നത് 15% ലാഭത്തിനാണ് വിറ്റേക്കുന്നത്. 15%. ഓക്കെ ആണല്ലോ. 10 കിലോഗ്രാം ആപ്പിൾ 15% ലാഭത്തിന് വിറ്റു എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. 10 കിലോഗ്രാം ആപ്പിൾ അയാൾ വാങ്ങിയത് 500 രൂപയ്ക്കാണ് എങ്കിൽ 1 കിലോഗ്രാമിന്റെ ആപ്പിളിന്റെ വിറ്റ വില എന്ത്? ഇതാണല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 10 കിലോഗ്രാം ആപ്പിൾ അയാൾ വാങ്ങിയത് 500 രൂപയ്ക്കാണ് എങ്കിൽ 1 കിലോഗ്രാം ആപ്പിൾ അയാൾ വാങ്ങിയത് എത്ര രൂപയ്ക്കാ? 1 കിലോഗ്രാം ആപ്പിൾ വാങ്ങിയത് എത്ര എന്നറിയാൻ 500 ഡിവൈഡഡ് ബൈ 10. 1 കിലോഗ്രാം ആപ്പിളിന്റെ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 500 ഡിവൈഡഡ് ബൈ 10 സമം 50 രൂപയ്ക്കാണ് അയാൾ വാങ്ങിക്കുന്നത്. മനസ്സിലായല്ലോ. 10 കിലോഗ്രാം ആപ്പിൾ അയാൾ 500 രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ 1 കിലോഗ്രാം ആപ്പിൾ അയാൾ വാങ്ങിക്കുന്നത് 50 രൂപയ്ക്കായിരിക്കും. ഇനി എന്താണ് പറയുന്നത്? അയാൾ അത് 15% ലാഭത്തിന് വിറ്റു എന്നാണ് പറയുന്നത്. 15% ലാഭം. ഓക്കെ ആണല്ലോ. 15% ലാഭം. ഏത് സാധനത്തിന്റെയും യഥാർത്ഥ വില 100%. ഏത് സാധനത്തിന്റെ യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ 100%. അയാൾ അത് 10% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 110%. 20% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ അത് 120%. വിറ്റേ.
10% നഷ്ടത്തിന് വിറ്റു എന്ന് വെച്ചാൽ അത് 90% വിറ്റേക്കുന്നത്. 20% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ അത് 80% വിറ്റേക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 കിലോ ആപ്പിൾ അയാൾ 15% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ മേടിച്ച വിലയുടെ 115%-നാണ് വിറ്റേക്കുന്നത്. മേടിച്ച വില 100%, അത് 15% ലാഭം എന്ന് വെച്ചാൽ 115%-നാണ് അയാൾ അത് വിറ്റേക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നോക്കിയോ, അയാൾ 1 കിലോ ആപ്പിൾ വാങ്ങിച്ചെത്രാണ്? 50 രൂപയ്ക്കാണ്. ഈ 50ന്റെ 115% അങ്ങ് കണ്ടാൽ മതി. 50ന്റെ 115% വെട്ടാം. 150, 250 100. ഓക്കെ ആണല്ലോ? ഇനി 115നെ 115 എന്നുണ്ടോ? 115 ഡിവൈഡഡ് ബൈ 2. 115ന്റെ പകുതി ഉണ്ട്. I2 10. ഓക്കെ, 7 2 14 ഇഷ്ടം 1 10. ആൻസർ 57 രൂപ 50 പൈസ. 57 രൂപ 50 പൈസ എന്നോ 57.5 എന്നോ 57.12 എന്നോ ഇത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഓപ്ഷനകത്ത് കാണാൻ വരുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ 1 കിലോ ആപ്പിൾ ഇപ്പോൾ വിറ്റേക്കുന്നത് 57 രൂപ 50 പൈസയ്ക്കാണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്കോ. 64 കിലോമീറ്റർ സഞ്ചരിക്കാൻ എ എന്ന ബസ് 3 മണിക്കൂറും ബി എന്ന ബസ് 2.5 മണിക്കൂറും എടുക്കുന്നു. എ എന്ന ബസ് 320 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സമയത്ത് ബി എന്ന ബസ് എത്ര ദൂരം സഞ്ചരിക്കും? ക്വസ്റ്റ്യൻ നോക്കിയേ. 64 കിലോമീറ്റർ സഞ്ചരിക്കാൻ എ എന്ന ബസ് 3 മണിക്കൂർ എടുക്കും. 64 കിലോമീറ്റർ സഞ്ചരിക്കാൻ ബി എന്ന ബസ് 2.5 മണിക്കൂർ എടുക്കത്തുള്ളൂ. എങ്കിൽ എ എന്ന ബസ് 320 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ബി എന്ന ബസ് എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ രണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് ബസ്സും സഞ്ചരിക്കുന്ന ദൂരവും പറയുന്നുണ്ട്, സമയവും പറയുന്നുണ്ട്, പക്ഷെ വേഗത പറയുന്നില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾ നോക്കണം. ഡി ടി എസ് ഡി എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ്, ടി എന്ന് വെച്ചാൽ ടൈം, എസ് എന്ന് വെച്ചാൽ സ്പീഡ്. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ടൈം ഇൻറ്റു സ്പീഡ്, ടൈമാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, സ്പീഡ് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, എങ്കിൽ എ എന്ന ബസ് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്രയാണെന്ന് നമുക്ക്, വേഗത എത്രയാണെന്ന് നമുക്ക് നോക്കാം. എയുടെ സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ എ എന്ന ബസ് സഞ്ചരിക്കുന്ന ദൂരം 64 കിലോമീറ്റർ. അയാൾ എടുക്കുന്ന സമയം 3 മണിക്കൂർ. അപ്പൊ 64 3 വെച്ച് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് അത് ഇങ്ങനെ എഴുതാം. 64/3 കിലോമീറ്റർ പെർ അവർ. ഇതാണ് ഒന്നാമത്തെ ബസ് സഞ്ചരിക്കുന്ന വേഗത, എ എന്ന ബസ് സഞ്ചരിക്കുന്ന വേഗത. ഇനി ബി എന്ന ബസ് സഞ്ചരിക്കാൻ എടുക്കുന്ന വേഗത എന്ന് പറയുന്നത് സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇതേ 64 കിലോമീറ്റർ തന്നെ, ഈ 64 കിലോമീറ്റർ തന്നെ സഞ്ചരിക്കാൻ ഇതെടുക്കുന്ന സമയം 2.5 മണിക്കൂർ എന്നാ പറയുന്നത്. 2.5 മണിക്കൂർ. ഈ 2.5 മണിക്കൂർ എന്ന് വെച്ചാൽ 5ന്റെ പകുതി. എങ്ങനെയാ? 2.5 2നെ 1/2 അല്ലേ ക്രോസ് ചെയ്യുക. ഈ 2 4, ഈ 2 4 1 5, 5/2 എന്ന 5ന്റെ പകുതിയാണ് 2.5. അപ്പൊ 5/2 നമുക്ക് എടുക്കാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ 64 ഡിവൈഡഡ് ബൈ 5/2 എന്ന് എടുക്കുക. 5/2 ഇത് കിലോമീറ്റർ ആണ്, ഇത് അവർ ആണ്. ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കണം. തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ 64 × 2 മേളിലും പോവും, 5 താഴെ വരും. 64 × 2 128. 128/5 കിലോമീറ്റർ പെർ അവർ. ഇത് രണ്ടാമത്തെ ബസിന്റെ വേഗതയാവും. ഒന്നാമത്തെ ബസ് എയുടെ ബസിന്റെ വേഗത 64/3 കിലോമീറ്റർ പെർ അവറും ബി എന്ന ബസിന്റെ വേഗത 128/5 കിലോമീറ്റർ പെർ അവറുമാണ്. ഈ രണ്ട് ബസ്സുകളെ വേഗത നമ്മൾ കിട്ടി. നമുക്ക് ഈ 64 കിലോമീറ്റർ സഞ്ചരിക്കാൻ വെച്ചിട്ടുള്ള വേഗത കിട്ടി. ഇനി എന്താണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, എ എന്ന ബസ് ഈ 320 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ആ സമയത്തിനുള്ളിൽ ബി എന്ന ബസ് എത്ര കിലോമീറ്റർ സഞ്ചരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എ എന്ന ബസ് 320 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ആ സമയം കൊണ്ട് ബി എന്ന ബസ് എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി, എ എന്ന ബസ് ഈ 320 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുത്തു എന്ന് കണ്ടുപിടിക്കണം. എത്ര സമയം എടുത്തു എന്ന് ക്ലിയർ ആവുന്നുണ്ടല്ലോ? എ എന്ന ബസ് സഞ്ചരിക്കാൻ എടുത്ത സമയം കാണാൻ, എയുടെ ടൈം കാണാൻ, കാണാം. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്ര? ഇവിടുത്തെ എ എന്ന ബസ് എടുക്കുന്ന ദൂരം 320 കിലോമീറ്റർ. സഞ്ചരിക്കാൻ എടുക്കുന്ന ദൂരം 320 കിലോമീറ്റർ. ഓക്കെ, അവയുടെ വേഗത പറയുന്നുണ്ട്. എയുടെ വേഗത 64 ഡിവൈഡഡ് ബൈ 3. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ എത്ര ടീം? ഇത് കിലോമീറ്റർ പെർ അവർ ആണ്.
തിരിച്ചിടുമ്പോൾ 320 ഇൻറ്റു 3 തിരിച്ചിടുമ്പോൾ 3 മേളുമ്പോൾ 64 താഴെ വരും. ഓക്കെ ആണല്ലോ. ഇവിടുത്തെ ഈ കിലോമീറ്ററോട് അങ്ങ് ക്യാൻസലായി പോകും. ഇവിടെ വെട്ട ഇവിടെ ഒരു 32 2 32 ആണ് 64. 1 2 2 I 2 10 5 × 3 15 മണിക്കൂർ. ഞാൻ അവർ വെട്ടിപ്പോട്ടില്ല. 15 മണിക്കൂറാണ് എ എന്ന ബസ്. ശ്രദ്ധിച്ചോണം, 15 മണിക്കൂറാണ് എ എന്ന ബസ് 320 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്നത്. ഈ 320 കിലോമീറ്റർ സഞ്ചരിക്കാൻ എ എന്ന ബസ് 15 മണിക്കൂർ എടുക്കുന്നു എങ്കിൽ ആ 15 മണിക്കൂർ കൊണ്ട് ബി എന്ന ബസ് എത്ര ദൂരം സഞ്ചരിക്കുമെന്നല്ലയോ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ എന്താണ് പാട് എങ്കിൽ നമുക്ക് ബിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ബി സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ്, ബിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? ടൈം ഇൻറ്റു സ്പീഡ്. ഈ ടൈം എ സഞ്ചരിക്കുന്ന ആ 15 മണിക്കൂർ കൊണ്ടാണ് ബി സഞ്ചരിക്കുന്ന ദൂരം. എ സഞ്ചരിക്കുന്ന മണിക്കൂർ നമുക്ക് കിട്ടി എത്ര? 15 മണിക്കൂർ. ഈ 15 മണിക്കൂർ കൊണ്ട് ആര് ബി എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ 15 മണിക്കൂർ ടൈം 15 മണിക്കൂർ. ഇനി ബിയുടെ വേഗത നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്ര? 128/5 128/5 എന്ന് കിട്ടിയിട്ടുണ്ട്. 128/5 km/h. ഈ അവറും ഈ അവറൂടെ ക്യാൻസൽ ആയി പോകും. ഇവിടെ വെട്ട 1 5 5 3 5 15. ഇനി 3 കൊണ്ട് 128 ഉണ്ട്. 3 24 4 ഇഷ്ടം 2 23 6 2 8 1 3 3. ആൻസർ 384 കിലോമീറ്റർ ആണ് ഈ വാഹനം എ എന്ന ബസ് 15 മണിക്കൂർ കൊണ്ട് 320 സഞ്ചരിക്കുമ്പോൾ അതേ 15 മണിക്കൂർ കൊണ്ട് ബി എന്ന ബസ് 384 കിലോമീറ്റർ സഞ്ചരിക്കും. കാരണം വേഗത കൂടുതൽ ബി എന്ന ബസ്സിനാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 6.3, 8.4, 10.5 എന്നീ സംഖ്യകളുടെ ഉസാഗ എന്ത്? ക്വസ്റ്റ്യൻ നോക്കിയേ. 6.3, 8.4, 10.5 ഇവയുടെ ഉസാഗ എത്ര? ഉസാഗ എന്ന് വെച്ചാൽ HCF. ഓക്കെ ആണല്ലോ. ഓക്കെ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഉത്തമ സാധാരണ ഘടകം എന്നൊക്കെ പറയും, ഇല്ലെങ്കിൽ വൻ പൊതു ഘടകം എന്നൊക്കെ പറയും. ഓക്കെ, യെസ്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കണം, ഇവിടെ എല്ലാം പോയിന്റാണ്. ശ്രദ്ധിച്ചോണം. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സ്ഥാനം എത്രയാണെന്ന് ആദ്യം നോക്കണം. പോയിന്റ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സ്ഥാനം. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. എല്ലായിടത്തും പോയിന്റ് കഴിഞ്ഞ് ഒരേ സ്ഥാനമേ ഉള്ളൂ. ഇപ്പം ഇനി 2 കാണാം, ചിലപ്പോൾ 3 കാണാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3 ആണെന്ന് വിചാരിച്ചോ. പോയിന്റ് കഴിഞ്ഞു ഏറ്റവും കൂടുതൽ സ്ഥാനം 1 ആണെങ്കിൽ ഒരു പൂജ്യമുള്ള സംഖ്യയായ 10 കൊണ്ട് എല്ലാത്തിനെയും ഗുണിച്ചേക്കണം. 2 ആണെങ്കിൽ 100 കൊണ്ട് എല്ലാത്തിനെയും ഗുണിച്ചേക്കണം. 1000 ആണെങ്കിൽ 3 ആണെങ്കിൽ 1000 കൊണ്ട് എല്ലാത്തിനെയും ഗുണിച്ചേക്കണം. ഇപ്പോൾ ഉദാഹരണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 6.3, പിന്നെ 8.4, അടുത്തത് 1.05. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം, പക്ഷെ ഇവിടെ 2 സ്ഥാനമുണ്ട്. 2 സ്ഥാനമുണ്ട്. ഏറ്റവും കൂടുതൽ സ്ഥാനം 2. അപ്പൊ 2 പൂജ്യമുള്ള സംഖ്യയായ 100 കൊണ്ട് എല്ലാത്തിനെയും ഗുണിക്കണം. ഒരെണ്ണത്തല്ല, എല്ലാത്തിനെയും. ഇവിടെ 2 ആണെങ്കിൽ 1 ആണെങ്കിൽ 2 ആണെങ്കിൽ എല്ലാം ഗുണിക്കണം. ഏറ്റവും കൂടുതൽ പോയിന്റ് കഴിഞ്ഞുള്ള സ്ഥാനം എത്രയാണോ അതുകൊണ്ട് എല്ലാത്തിനെയും ഗുണിച്ചേക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് എന്താ എല്ലായിടത്തും പോയിന്റ് കഴിഞ്ഞ് ഒരേ സ്ഥാനം ഉള്ളതുകൊണ്ട് എല്ലാത്തിനെയും എന്തുവാ ഒരു പൂജ്യമുള്ള സംഖ്യയായ 10 കൊണ്ട് എല്ലാത്തിനെയും ഗുണിക്കാം. ഓക്കെ ആണല്ലോ. 6.3 10 കൊണ്ട് ഗുണിക്കുക. ഓക്കെ. 8.4 10 കൊണ്ട് ഗുണിക്കുക. അതേപോലെ 10.5 10 കൊണ്ട് ഗുണിക്കുക. കിട്ടിയല്ലോ. ഗുണിക്കുമ്പോൾ ഇതിങ്ങോട്ട് മാറ്റുമ്പോൾ 63, അടുത്തത് 84 ഗുണിക്കുമ്പോൾ 105 എന്ന് കിട്ടും. ഓരോ 10 വെച്ച് ഗുണിക്കുമ്പോൾ ഓരോ പോയിന്റ് വലത്തേക്ക് പോകും. ഇവിടെ ഒരു പോയിന്റ് വലത്തേക്ക്, ഇവിടെ ഒരു പോയിന്റ് വലത്തേക്ക്, 3 പോയിന്റ് വലത്തേക്ക് പോയി. ക്ലിയർ ആവുന്നുണ്ടല്ലോ. എന്നതിന് ശേഷം ഇവയുടെ HCF അങ്ങ് കാണുക. HCF കാണുമ്പോൾ നമുക്ക് കണ്ട 3 വെച്ചിരിക്കാം. 23 1 3 3 അതെ 23 8 3 24 3 I 3 15. ഇനി 7 വെച്ചിരിക്കുക. 3 7 21 4 7 28 I 7 35. ഇനി ഇതിനെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളൊന്നും ഇല്ല. HCF കാണുമ്പോൾ ഈ സൈഡിൽ വരുന്നത് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പൊ ഇവയുടെ HCF ആയിട്ട് നമ്മൾ എടുക്കുന്നത് 3 × 7 21 എന്ന് കിട്ടും. ഈ 21 ഫൈനൽ ആൻസർ അല്ല. 21 ഫൈനൽ ആൻസർ വരത്തില്ല. കാരണം നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് 10 വെച്ച് ഈ സംഖ്യ ഗുണിക്കാമെന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് കണക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇതിനെല്ലാം 10 വെച്ച് ഗുണിച്ചേക്കുന്നത്. എങ്കിൽ ഫൈനൽ ആൻസറിനെ അതേ 10 വെച്ച് ഹരിക്കുകയും കൂടെ ചെയ്തിരിക്കണം. ഫൈനൽ ആൻസറിനെ അതേ 10 വെച്ച് ഹരിച്ച് ഇതിന്റെ ആൻസർ 2.1 ആയിരിക്കും ഇതിന്റെ ആൻസർ. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഏത് സംഖ്യ വെച്ചാണോ നമ്മൾ ഗുണിച്ച് അതേ സംഖ്യ വെച്ച് LCM അല്ലെങ്കിൽ HCF കണ്ടതിന് ശേഷം ഇതിനെ എന്ത് ചെയ്യണം? ഹരിക്കുകയും കൂടെ ചെയ്യണം. നമ്മുടെ ആൻസർ 2.1 ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 + 3 = 13, 3 + 5 = 34, 1 + 2 = 5
എന്നാൽ 2+5 എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. നോക്കിയേ, 2+3 = 13, അതേപോലെ 3+5 = 24, 34, 1+2 = 5 എങ്കിൽ 2+5 = ഡാഷ്. ഇത് കാര്യമൊന്നുമില്ല. ഇതാണ്ട് 2ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ എത്ര? 4. 3ന്റെ സ്ക്വയർ എത്ര? 9. 9 4 കൂടുമ്പോൾ 13. അതാണ് ഈ കിടക്കുന്നത്. ഇനി നോക്കിയേ, 3ന്റെ സ്ക്വയർ പ്ലസ് 5ന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ എത്ര? 9. 5ന്റെ സ്ക്വയർ എത്ര? 25. 25ഉം 9 കൂടുമ്പോൾ 34. അതാണ് ഈ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ 1ന്റെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ. 1ന്റെ സ്ക്വയർ എത്ര? 1 തന്നെ. ഓക്കെ, പ്ലസ് 2ന്റെ സ്ക്വയർ എത്ര? 4. 1 4 കൂടുമ്പോൾ 5 കിട്ടും. എങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 2 + 5 എത്ര വരും എന്നല്ലയോ? 2ന്റെ സ്ക്വയർ പ്ലസ് 5ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ എത്ര? 4. 5ന്റെ സ്ക്വയർ എത്ര? 25. 25 4 കൂടുമ്പോൾ 29 കിട്ടും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 0, 3, 10, 21 എക്സെട്ര ഈ ശ്രേണിയിൽ വിട്ടുപോയ സംഖ്യ ഏത്? ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതാണ്ടേ 0, 3, 10, 21 ഡാഷ്. ഇവിടെ ഇത് എങ്ങനെ വരുമെന്ന് വെച്ചാൽ നമുക്ക് നോക്കിയേ, ഈ 0, 3 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ 3. അതുപോലെ 3, 7 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ 3, 10 തമ്മിലുള്ള ഡിഫറൻസ് വെച്ചാൽ 7. അതേപോലെ തന്നെ നിങ്ങൾ നോക്കിയേ, എത്ര? 10ഉം 21ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 11 വരും. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ 11, അപ്പോൾ ഇവിടെ ഇനി ഇതിനകത്ത് വരുന്നത് ഈ 2 ഡിഫറൻസ് ഈ 3ന്റെ കൂടെ ഒരു 4 കൂടെ കൂട്ടി, 3ന്റെ 4 കൂടെ കൂട്ടുമ്പോഴാണ് 7 വരുന്നത്. 3 + 4 മനസ്സിലായോ? ഇതിൻ്റെ കൂടെ ഇവർക്ക് ഇടയിലുള്ള ഒരു ഡിഫറൻസ് ഈ 3ന്റെ കൂടെ 4 കൂടെ കൂട്ടുമ്പോഴാണ് 7. 7ന്റെ കൂടെ 4 കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 11. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? അടുത്തത് 11ന്റെ കൂടെ 4 കൂടെ കൂട്ടണം. 11ന്റെ കൂടെ 4 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15. ഇത് ഡബിൾ സീരീസിലായിരുന്നു പോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ ഇത് നമ്മളുടെ ഡിഫറൻസ് 3, ഇത് നമ്മളുടെ ഡിഫറൻസ് 7, ഇത് നമ്മളുടെ ഡിഫറൻസ് 11. ഇനി എന്ത് ചെയ്യണം? അടുത്തത് ഈ 3ന്റെ കൂടെ ഒരു 4 കൂടെ കൂട്ടണം. 3ന്റെ 4 കൂടെ കൂട്ടുമ്പോൾ 7. പിന്നെ വീണ്ടും 7ന്റെ കൂടെ 4 കൂടെ കൂട്ടണം. അപ്പോഴാണ് 11. അപ്പോൾ ഈ 11ന്റെ കൂടെ 4 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 എന്ന് കിട്ടും. ഈ കിട്ടുന്ന 15 വേണം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫൈനൽ ആൻസർ എന്ന് വെച്ചാൽ ഈ 21ന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 15 ആഡ് ചെയ്യണം. 36 ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? 36. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇത് നമ്മുടെ ഡിഫറൻസ് 3, ഇവ നമ്മുടെ ഡിഫറൻസ് 7, ഇവ നമ്മുടെ ഡിഫറൻസ് 11. ഓക്കെ, വീണ്ടും ഈ 3യുടെ കൂടെ ഒരു 4 ആഡ് ചെയ്തു 7, 7ന്റെ കൂടെ 4 ആഡ് ചെയ്ത് 11. അപ്പോൾ 11ന്റെ കൂടെ വീണ്ടും 4 ആഡ് ചെയ്ത് 15 എന്ന് എഴുതണം. ഈ 15 + 21, 15ഉം 21 ആഡ് ചെയ്യുമ്പോഴാണ് 36 കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 4 × 7 = 39 ആയാൽ 8 × 7 തുല്യമായ സംഖ്യ ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ചെയ്യേണ്ട പരിപാടി ഇത് തമ്മിൽ ഗുണിക്കുക. 4 7 28, 4 × 7 28 അതങ്ങ് എഴുതണം. പിന്നെ എന്ത് ചെയ്യണം? ഈ 4 7 കൂടെ അങ്ങ് കൂട്ടുക. 4 7 കൂടെ കൂടുമ്പോൾ 11. ഓക്കെ ആണല്ലോ? 7 4 കൂടെ കൂടുമ്പോൾ 11. ആ കിട്ടുന്ന 2 ഉത്തരങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. 8 1 9, 2 1 3. അതാണ് ഈ കിടക്കുന്ന 39 എന്ന് പറയുന്നത്. ആണല്ലോ? എങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. ഇതും കൊണ്ട് 8 7 56. പിന്നെ എന്ത് ചെയ്യണം? 8 7 കൂടെ കൂട്ടണം. 8 7 കൂടെ കൂടുമ്പോൾ 15 കിട്ടും. 6 5ഉം 11 1 ഇഷ്ടം 1, 5 1 6 1 7. പിന്നെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 71 ആണ്. ഒന്നുകൂടെ നോക്കിക്കോ. ഈ 4 7 കൂടെ ഗുണിക്കുക. 4 × 7 28. ആ 4 7 തമ്മിൽ കൂട്ടുക 11. എന്നിട്ട് ആ ഉത്തരങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. 28ഉം 11 കൂടുമ്പോൾ 39. ഇനി അടുത്ത 8 7 കൂടെ കൂടുമ്പോൾ 56. 8 7 കൂടെ കൂടുമ്പോൾ 15. 56ഉം 15 കൂടെ കൂടുമ്പോൾ 71 കിട്ടും. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മറ്റുള്ളവയോട് യോജിക്കാത്തത് ഏത്? ACFG, PRUV, MPST, KMPQ. ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മൾ നോക്കിയേ, ACFG നമുക്ക് ഇവിടെ നോക്കാം. A കഴിഞ്ഞ് BC 2 ലെറ്ററിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ ഉള്ളത്. BC രണ്ടാമത്തിൽ. അടുത്ത C കഴിഞ്ഞ DEF 3 ലെറ്ററിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ ഉള്ളത്. FG 1 ലെറ്ററിന്റെ ഡിഫറൻസ് ആണ് ഉള്ളത്. ഓക്കെ, 2 3 1. ഇനി അടുത്ത PQR എത്ര ലെറ്ററിന്റെ വ്യത്യാസമുണ്ട്? 2 ലെറ്ററിന്റെ വ്യത്യാസം. R STU എത്ര ലെറ്ററിന്റെ വ്യത്യാസമുണ്ട്? 3 ലെറ്ററിന്റെ വ്യത്യാസമുണ്ട്. UV 1 ലെറ്ററിന്റെ വ്യത്യാസം. U കഴിഞ്ഞാൽ V 1 ലെറ്ററിന്റെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ 2 3 1 2 3 1 അത് ഓക്കെ. അടുത്ത നോക്കിയേ, M കഴിഞ്ഞാൽ
OP. ഇവിടെ 3 ലെറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇവിടെ PQRS ഇവിടെയും 3 ലെറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. ST 1 ലെറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ തന്നെ നമ്മുടെ ആൻസർ ആയി. ഇവിടെ ഇല്ല 2 3 1 2 3 1, പക്ഷെ ഇവിടെ 3 3 1 ഇതാണ് ഡിഫറൻസ് ആയിട്ടുള്ളത്. നമുക്ക് ഇതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. KLM 2 ലെറ്ററിൻ്റെ വ്യത്യാസം. NOP ഇവിടെ 3 ലെറ്ററിൻ്റെ വ്യത്യാസം. ഓക്കെ, PQ 1 ലെറ്ററിൻ്റെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ നോക്കിയേ 2 3 1 2 3 1 2 3 1 ഈ രീതിയിലാണ് ഇത് പോകുന്നത്. പക്ഷേ ഇത് മാത്രം 3 3 1 എന്ന ഫോർമാറ്റിലാണ് പോകുന്നത്. അപ്പോൾ വ്യത്യാസമുള്ളത് MPST ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഈ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് നോക്കിയേ, ലേഖനം, മാസിക, വാക്യം, ഖണ്ഡിക, വാക്ക്, അക്ഷരം. ഞാൻ നോക്കും. അപ്പോൾ ഈ ലേഖനം എന്ന് പറയുന്നത് ലേഖനം, അടുത്തത് നമുക്ക് ലേഖനം എന്ന് പറയില്ല, മാസിക, ലേഖനം, മാസിക, വാക്യം. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ലേഖനം മാസികയ്ക്കകത്താണ് വരുന്നത്. ലേഖനം വെച്ചിട്ടാണ് മാസികയിലാണ് വരുന്നത്. ഈ മാസിക വെച്ചിട്ടല്ല വാക്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാ. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാലും അക്ഷരം കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം? വാക്കുണ്ടാക്കാം. അക്ഷരം കൊണ്ട് വാക്കുണ്ടാക്കാം. ഓരോ അക്ഷരങ്ങൾ ചേർത്താണ് വാക്ക്. അത് കറക്റ്റാ. വാക്ക് കൊണ്ട് ഖണ്ഡിക എന്ന് വെച്ചാൽ പാരഗ്രാഫുകൾ ഉണ്ടാക്കുന്നു. വാക്കുകൊണ്ട് പാരഗ്രാഫ് ഉണ്ടാക്കും. ഈ ഖണ്ഡിക കൊണ്ടല്ല നമ്മൾ വാക്യം ഉണ്ടാക്കുന്നത്. പാരഗ്രാഫ് വെച്ചല്ല വാക്യം ഉണ്ടാകും. വാക്യം വെച്ചാണ് പാരഗ്രാഫ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയേ, ഇവിടെ മാസിക വെച്ച് ലേഖനം വെച്ചല്ല ഖണ്ഡിക ഉണ്ടാക്കുക. തിരിച്ച് ഇവിടുന്ന് ഒന്ന് ശ്രദ്ധിച്ചേ, അക്ഷരം വെച്ചിട്ട് നമ്മൾ ഓരോ വാക്കുകൾ ഉണ്ടാക്കും. അപ്പോൾ ഓക്കെ, അക്ഷരം വെച്ച് വാക്കുണ്ടാക്കും. ഈ വാക്കുകൾ ചേരുമ്പോഴാണ് നമുക്ക് വാക്യങ്ങൾ ഉണ്ടാകുന്നത്, മീൻസ് സെന്റൻസുകൾ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? ഓരോ അക്ഷരങ്ങൾ ചേരുമ്പോൾ അതൊരു വാക്കായി മാറും. വാക്കുകൾ കൂടി ചേരുമ്പോൾ നമുക്ക് എന്തായി മാറും? അതൊരു സെന്റൻസായി മാറും, വാക്യമായി മാറും. ഈ വാക്യങ്ങൾ ചേരുമ്പോഴാണ് നമുക്ക് എന്താ ഒരു ഖണ്ഡിക അല്ലെങ്കിൽ പാരഗ്രാഫ് ഉണ്ടാകുന്നത്. ഈ പാരഗ്രാഫുകൾ ചേരുമ്പോഴാണ് എന്തോന്നത്? ലേഖനം ഉണ്ടാകുന്നത്. ഈ ലേഖനം നമ്മളെതിരാണ് മാസിക. ലേഖനങ്ങൾ ചേരുമ്പോഴാണ് അതൊരു മാസിക. കുറേ ലേഖനങ്ങൾ ചേരുന്നതാണ് മാസിക. അപ്പം എന്താണ്? അക്ഷരങ്ങൾ ചേർന്ന് വാക്യമുണ്ടാകും. അക്ഷരങ്ങൾ ചേർന്ന് വാക്കുണ്ടാവും. വാക്കുകൾ ചേർന്ന് വാക്യങ്ങൾ അല്ലെങ്കിൽ സെന്റൻസ് ഉണ്ടാവും. സെന്റൻസുകൾ ചേർന്ന് ഖണ്ഡിക അല്ലെങ്കിൽ പാരഗ്രാഫ് ഉണ്ടാവും. പാരഗ്രാഫ് വെച്ചിട്ട് ലേഖനം ഉണ്ടാവും. ലേഖനങ്ങൾ വെച്ചുകൊണ്ട് മാസിക ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ B ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് നോക്കാം, വാക്കുകൾ വെച്ചല്ല ഒരിക്കലും അക്ഷരം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. മനസ്സിലായല്ലോ? ഓക്കെ, അതേപോലെ തന്നെ ലേഖനം വെച്ചല്ല ഖണ്ഡിക ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, പാരഗ്രാഫുകൾ വെച്ചാണ് തിരിച്ച് ലേഖനം അങ്ങോട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതും തെറ്റായിട്ടുള്ള ആൻസർ ആണ്. ഇതും തെറ്റായിട്ടുള്ള ആൻസർ ആണ്. ഇതും തെറ്റാണ്. ശരിയായിട്ടുള്ളത് കറക്റ്റ് ഓർഡറിൽ അക്ഷരം കൊണ്ട് വാക്ക് കൊണ്ട് വാക്യം കൊണ്ട് പാരഗ്രാഫ് കൊണ്ട് ലേഖനം കൊണ്ട് മാസിക ഉണ്ടാക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കൂട്ടത്തിൽ യോജിക്കാത്തത് ഏത്? 144, 576, 324, 196. ഒന്നുകൂടെ വായിക്കാം. 144, 576, 324, 196. നിങ്ങൾ നോക്കിയേ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നോട്ട് നോക്കിയേ. 144, 576, 324, 196. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? നമ്മൾ നോർമൽ കേസ് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ നോക്കിയേ, 12ന്റെ സ്ക്വയർ ആണ് എത്ര? 144. ഓക്കെ, അതേപോലെ 24ന്റെ സ്ക്വയർ ആണ് 576. 18ന്റെ സ്ക്വയർ ആണ് 324. 14ന്റെ സ്ക്വയർ ആണ് 196. അപ്പോൾ ഇതെല്ലാം സ്ക്വയറാണ്. അപ്പോൾ അതെല്ലാം അങ്ങനല്ല, ഈ രീതി അല്ല അവരിത് നോക്കിയേക്കുന്നത്. ഇനി നിങ്ങളൊന്ന് നോക്കിയേ, ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കണമെങ്കിൽ അതിൻ്റെ അവസാനത്തെ അക്കം 0, 2, 4, 6, 8 മീൻസ് ഇരട്ട സംഖ്യകൾ ഏതെങ്കിലും ആയിരിക്കണം. അല്ലെങ്കിൽ 0, 2, 4, 6, 8 ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കണം. അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളായിരിക്കണം. ഒരു സംഖ്യ 2 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, വേണ്ടേ? ഇവിടെ നോക്കിയേ, ഇവിടെ 4, ഇവിടെ 6, ഇവിടെ 4, ഇവിടെ 6. അപ്പോൾ ഈ എല്ലാ സംഖ്യയും 2 വെച്ച് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഒരു കണ്ടീഷൻ ഓക്കെ. യെസ്. ഇനി ഒരു സംഖ്യയെ 3 വെച്ച് ഹരിക്കാൻ പറ്റുമെന്നറിയാൻ അവയുടെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 3 3ന്റെ ഗുണിതമായിരിക്കണം. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്നറിയാൻ അക്കങ്ങളുടെ തുക 3 3ന്റെ ഗുണിതമായിരിക്കണം. ഓക്കെ ആണല്ലോ? നമുക്കപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അക്കങ്ങളുടെ തുക ഓക്കെ, 1 + 4 + 4
4 4 8 1 9 3ന്റെ ഗുണിതം 3 9. ഓക്കെ, അപ്പോൾ അത് ഓക്കെ. ഇനി ഓക്കെ 5 + 7 + 6 അതെ 7 6 13 13 5 18 18 എന്ന് വെച്ചാൽ 3ന്റെ ഗുണിതമാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ അതും ഓക്കെയാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ 3 + 2 + 3 + 2 + 4 3 2 5 4 9 9 3ന്റെ ഗുണിതമാണ്. ഓക്കെ, 1 + 9 + 6 10 6 16 16 3ന്റെ ഗുണിതം അല്ല. 16 3ന്റെ ഗുണിതമല്ല. ഒരു സംഖ്യ 3ന്റെ ഗുണിതമാണെങ്കിൽ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 3 3ന്റെ ഗുണിതമായിരിക്കണം. 3 15 6 3 18 ഇവിടെ 16 കിടക്കുന്നത്. അപ്പോൾ ഈ തന്നേക്കുന്ന ഇത്രയും സംഖ്യകളെ 2 കൊണ്ടും 3 കൊണ്ടും നിശേഷ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളാണ്. ഇതിനെ എല്ലാത്തിനും എത്ര വെച്ചിരിക്കാം? 2 വെച്ചിരിക്കാം. 2 വെച്ചിരിക്കാനുള്ള കണ്ടീഷൻ എന്തുവാ? അവസാനത്തെ സംഖ്യ 0 2 4 6 8 അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. ഇരട്ട സംഖ്യയാണ് 0 2 4 6 8 ഓക്കെ ആയിരിക്കണം. അല്ല എങ്കിൽ 0 2 4 6 8 ആയിരിക്കണം. അവയുടെ ഒറ്റയുടെ സ്ഥാനത്തേക്കാം. ഇനി സംഖ്യ 3 കൊണ്ട് ഹരിക്കണമെങ്കിൽ അക്കങ്ങളുടെ തുക 3 3ന്റെ ഗുണിതവും ആയിരിക്കണം. ഈ 2 കണ്ടീഷനും കൂടെ ചേർന്ന് വരുന്ന സംഖ്യ. ഓക്കെ, ഇതിനെല്ലാത്തിനെയും 2 കൊണ്ട് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. 2 കൊണ്ട് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഇനി ഈ 2 കൊണ്ട് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയെ നമുക്ക് മറ്റൊരു കാര്യമുണ്ട്, 6 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റും. ഒരു സംഖ്യയെ 2 കൊണ്ടും 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6 കൊണ്ട്. ഇപ്പോൾ ഇതിനെ 2 കൊണ്ട് 3 കൊണ്ടും പറ്റുമെങ്കിൽ അതിനെ 6 കൊണ്ടും പറ്റും. ഇതിനെ 6 കൊണ്ട് പറ്റും, ഇതിനെ 6 കൊണ്ട് പറ്റും. പക്ഷേ ഇതിനെ 6 കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഈ 2 കൊണ്ടോ 3 കൊണ്ടോ നിശേഷം ഹരിക്കാൻ പറ്റുന്ന കണ്ടീഷനോ അല്ലെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന കണ്ടീഷൻ നോക്കിയാൽ ഇത് 3നെയും പറ്റും. പക്ഷെ 196 പറ്റത്തില്ല. ഇവിടുത്തെ ഓഡ് വൺ അല്ലെങ്കിൽ ഒറ്റയാൻ എന്ന് പറയുന്നത് 196 അല്ലാതെ ഇവിടെ സ്ക്വയറിന്റെ കേസ് ഒന്നും അല്ല ചെയ്തേക്കുന്നത്. ഓക്കെ ആണല്ലോ. യെസ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1, 3, 7, 13, 21 എക്സെട്ര ഈ ശ്രേണിയിൽ വിട്ടുപോയ ഭാഗത്തെ സംഖ്യ ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. യെസ്, ക്വസ്റ്റ്യൻ നോക്കിയേ 1, 3, 7, 13, 21 ഇവിടെ ഒരു സംഖ്യ വിട്ടുപോയിട്ടുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേറെ കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് 1 3 തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 2. അടുത്ത് ഇവിടുത്തെ ഡിഫറൻസ് എടുത്ത് 7 3 തമ്മിലുള്ള വ്യത്യാസം എത്ര? 4. അടുത്ത് നോക്കിയേ 7 13 തമ്മിലുള്ള വ്യത്യാസം എത്ര? 6. ഓക്കെ, അടുത്തത് 21 13 21 തമ്മിലുള്ള വ്യത്യാസം എത്ര? 8. നിങ്ങൾ നോക്കിയേ 2 കൂടി 2 ഒന്നുകൂടി കൂടുമ്പോൾ 4 കൂടി 6 കൂടി 8 കൂടി. നോർമൽ കേസ് 2 4 6 8 കൂടി അടുത്ത ഏതായിരിക്കണം കൂടേണ്ടത്? 10 ആയിരിക്കണം കൂടേണ്ടത്. ഇതാണ് എൻ്റെ മനസ്സിലായോ? 2 കൂടി 4 കൂടി 6 കൂടി 8 കൂടി അടുത്തത് 10 ആയിരിക്കണം കൂടേണ്ടത്. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ നിങ്ങൾ നോക്കിയേ ഇവിടുത്തെ കൂടെ 21 + 10 31 നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജലീലിൻ്റെ വയസ്സും അതിൻ്റെ 1/3 ഭാഗവും കൂട്ടിയാൽ ഖലീലിൻ്റെ വയസ്സായ 20 കിട്ടും. എത്ര വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ തുക 51 ആകും? ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയേ. ജലീലിൻ്റെ വയസ്സും അതിൻ്റെ 1/3 ഭാഗവും കൂടെ ചേർക്കുമ്പോൾ ഖലീലിൻ്റെ വയസ്സായ 20 കിട്ടും. എത്ര വർഷം കഴിയുമ്പോഴാണ് അവരുടെ വയസ്സുകളുടെ തുക 51 ആകുന്നതെന്ന് നോക്കാം. ഓക്കെ, ജലീലിൻ്റെ വയസ്സിനെ ഞാൻ എക്സ് എന്നെടുത്തു. ജലീലിൻ്റെ വയസ്സ് ഞാൻ എക്സ് എന്നെടുത്തു. ഓക്കെ, ഈ ജലീലിൻ്റെ വയസ്സായ എക്സും ജലീലിൻ്റെ വയസ്സ് എക്സ് അല്ലയോ അതിൻ്റെ 1/3 ഭാഗം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ ജലീലിൻ്റെ വയസ്സും അതിൻ്റെ 1/3 ഭാഗം കൂടെ നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് ഖലീലിൻ്റെ വയസ്സായ 20 വയസ്സെന്ന് പറയുന്നത്. ഖലീലിൻ്റെ വയസ്സായ 20 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ജലീലിൻ്റെ വയസ്സ് എക്സ് ആണ്. ആ എക്സും ആ എക്സിൻ്റെ 1/3 ഭാഗം കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് 20 കിട്ടുന്നത്. നമുക്ക് നോക്കാം. എക്സ് പ്ലസ് 1 × x അല്ലയോടോ x/3 = 20 എന്ന് കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം? ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എല്ലാ സംഖ്യയുടെ താഴെ ഒരു 1 ഉണ്ടാണ്ട് ഇവിടെ 1 കൊടുക്കുക. 1 × 3 3 ഇത് ക്രോസ് ചെയ്യുക. 3 × x 3x പ്ലസ് 1 × 3 3 ഈക്വൽ ടു 1 × x ഈക്വൽ ടു 20 എന്ന് കിട്ടും. ഇവിടെ വരെ ഓക്കെ ആണല്ലോ. ജലീലിൻ്റെ വയസ്സ് എക്സ് ആണ്. ആ ജലീലിൻ്റെ വയസ്സായ എക്സും എക്സിൻ്റെ 1/3 ഭാഗം കൂടെ ചേർക്കുമ്പോഴാണ് ഖലീലിൻ്റെ വയസ്സായ 20 കിട്ടുന്നത്. ഓക്കെ,
എക്സും എന്താ 1 ഗുണം എക്സ് എക്സ് ബൈ 3 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1 ഗുണം 3 3 ക്രോസ് ചെയ്യുമ്പോൾ 3 ഗുണം എക്സ് 3 എക്സ് 1 ഗുണം എക്സ് എക്സ്. അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യണം? 3 എക്സും ഒരു എക്സോടെ കൂടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 എക്സ് എന്ന് കിട്ടും. ഈക്വൽ ടു 20. 3 എക്സ് ഒരു എക്സോടെ കൂടുമ്പോൾ 4 എക്സ് ഈക്വൽ ടു 20. ഈ വരയുടെ താഴെ ഒരു 3 കിടപ്പുണ്ട്. ഇതിനങ്ങ് അപ്പുറത്തുകൊണ്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. നമുക്ക് വേണ്ടത് എന്താണോ അത് മാത്രമേ അവിടെ നിർത്താവുള്ളൂ. കാര്യം നമുക്ക് ജലീലിന്റെ പൈസ വേണ്ടത്. അപ്പൊ എക്സിനെ മാത്രമേ അവിടെ നിലനിർത്താവുള്ളൂ. അതുകൊണ്ട് ഓരോന്നിനും നമ്മളങ്ങ് സമത്തിന് അപ്പുറത്തോട്ട് അങ്ങ് കൊണ്ടുപോകാൻ പോവാം. എങ്ങനെ കൊണ്ടുപോകും എന്ന് ചോദിച്ചാൽ, സമത്തിന് ഇപ്പുറത്തൊരു സംഖ്യ ഗുണിച്ചേക്കുവാണെങ്കിൽ സമത്തിനപ്പുറം പോകുമ്പോൾ ഹരിക്കണം, ഹരിച്ചേക്കൊന്നെ ഗുണിക്കണം, കൂട്ടിയൊക്കെ ഒന്ന് കുറയ്ക്കണം, കുറച്ചൊക്കെ ഒന്ന് കൂട്ടണം, പ്ലസ് ആണെ മൈനസ് ആക്കണം, മൈനസ് ആണെ പ്ലസ് ആക്കണം. സമത്തിന് ഇപ്പുറത്ത് എന്ത് പ്രവൃത്തിയാണോ ചെയ്തേ അതിന്റെ ഓപ്പോസിറ്റ് പ്രവൃത്തി വേണം ചെയ്യാൻ. അപ്പോൾ വരയുടെ താഴെയാണ് 3 കിടക്കുന്നത്. ഇത് ഹരിച്ചേക്കുക, അപ്പുറത്ത് പോകുമ്പോൾ ഗുണിക്കണം ഇൻറ്റു 3. അപ്പൊ എന്താ എഴുതാം? 4x എന്ന് പറയുന്നത് 20 ഗുണം 3 60. നമുക്ക് 4x അല്ല വേണ്ടത്, എക്സ് ആണ്. ജലീലിന്റെ പൈസ എക്സ് ആണ്, എക്സ് ആണ് വേണ്ടത്. അപ്പൊ എക്സ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 4 സമം 15. ഇവിടെ വരെ ഓക്കെ ആണല്ലോ. ജലീലിന്റെ വയസ്സ് കിട്ടി 15. ഓക്കെ, ഖലീലിന്റെ വയസ്സ് പോസിറ്റീവ് പറയുന്നുണ്ട് 20. അപ്പൊ മൊത്തത്തിൽ 35 വയസ്സുണ്ട്. മൊത്തത്തിൽ 35. ഖലീലിന് അപ്പൊ ജലീലിന് 15 വയസ്സുണ്ട്, ഖലീലിന് 20 വയസ്സുണ്ട്. 2 വയസ്സോടെ കൂടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 35 വയസ്സ് കിട്ടി. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതൊന്നുമല്ല, എത്ര വർഷം കഴിയുമ്പോഴാണ് ഇവരുടെ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് 51 ആകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വർഷം കഴിയണം? ഇവരുടെ വയസ്സുകളുടെ തുക 51 ആകണം. ഓക്കെ, ഓൾറെഡി 51 വേണം. നമുക്ക് 51 വേണം. ഓൾറെഡി നമ്മുടെ 35 ഉണ്ട്. നമുക്ക് വേണ്ടത് 51. നമ്മുടെ കയ്യിൽ 35 ഉണ്ട്. 35. ഓക്കെ, അപ്പൊ എന്ത് വേണം? ഇനി എത്ര കൂടെ വേണം എന്നങ്ങ് നോക്കണം. എത്ര കൂടെ വേണം? അപ്പം എത്ര വേണം? 51 35 കുറച്ചാൽ 16. ഇനി ഒരു 16 വയസ്സും കൂടെ മതി. 16 വയസ്സും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവരുടെ വയസ്സുകളുടെ തുക 51 ആവും. 35 ഉണ്ട്, 16 വയസ്സുകൂടെ മതി. അപ്പൊ 16 വയസ്സുകൂടെ മതി എന്ന് പറയുമ്പോൾ 16 അങ്ങ് കൂട്ടരുത്. 16 വർഷം കഴിയുമ്പോൾ എന്ന് വിചാരിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കണക്ക് തെറ്റാ. നിങ്ങളിവിടെ ചെയ്യേണ്ട പരിപാടി, നിങ്ങൾക്ക് വേണ്ടത് 16 വയസ്സ്. എത്ര? നിങ്ങൾക്ക് എത്ര വയസ്സ് വേണം? 16 വയസ്സ് വേണം. ഓക്കെ, വേണ്ടത് 16 വയസ്സ്. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ? എത്ര പേരുണ്ട്? ഒന്ന് ജലീലും ഉണ്ട്, ഖലീലും ഉണ്ട്. ഓക്കെ ആണല്ലോ? ആ ആൾക്കാരുടെ എണ്ണം കൊണ്ട് ഇതിനെ അങ്ങ് ഹരിച്ചാൽ മതി. ആൾക്കാരുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ 3 8 എന്ന് കിട്ടും. 8 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക 51 ആവും. വേണം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജലീലിന് 51 വയസ്സ്, അല്ല സോറി 15 വയസ്സുണ്ട്. ജലീലിന് 15 വയസ്സുണ്ട്. ക്ലിയർ ആണല്ലോ? 15 വയസ്സുള്ള ജലീലിന് 8 വർഷം കഴിയുമ്പോൾ ഒരു 8 വയസ്സൂടെ കൂടത്തില്ലയോ? 8 വയസ്സൂടെ കൂടുമ്പോൾ എത്രയായി? 23 വയസ്സായി. ഖലീലിന് എത്ര വയസ്സുണ്ട്? ഇപ്പൊ 20 വയസ്സുണ്ട്. ഒരു 8 വർഷം കൂടെ കഴിയുമ്പോൾ എത്രയായി? 28 വയസ്സായി. 2 വയസ്സോടെ ഒന്ന് കൂട്ടിയേ. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര കിട്ടും? 8 3 11 1 ഇഷ്ടം 4 1 5 51 വയസ്സായില്ലയോ? ഒരു വയസ്സുള്ള തുക 51 ആയില്ലയോ? എന്ന് വെച്ചാൽ വേറെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ 2 വയസ്സുകളുടെ തുക പറയുന്നു. എന്നിട്ട് എത്ര വർഷം കഴിയുമ്പോഴാണ് അവരുടെ വയസ്സുകളുടെ തുക ഇതാവുന്നതെന്ന് ചോദിച്ചാൽ ഈ വയസ്സുകളുടെ വ്യത്യാസം എടുത്തിട്ട് അവർ ആൾക്കാരുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. ഇപ്പൊ ഇനി 2 പകരം 3 ആയിരുന്നെന്ന് വിചാരിച്ചോ? 3 നിങ്ങൾ എന്താണ്? ഈ 2 വെച്ചിരിക്കുന്നവരെ 3 വെച്ചിരിക്കണം. ഈ 4 വിചാരിച്ചോ? 4 വെച്ചിരിക്കണം. എത്ര ആൾക്കാരുണ്ടോ അത് വെച്ച് വേണം ഹരിക്കാൻ. ഇനി വേണ്ട വയസ്സിനെ മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഇനി ഇപ്പൊ 35 വയസ്സുണ്ട്, വേണ്ടത് 51. ഇനി 16 വയസ്സ് വേണം. ആ 16 വയസ്സ് വേണമെങ്കിൽ ആൾക്കാർ 2 വെച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് 8 വയസ്സ് വീതം കിട്ടിയാൽ മതി. ഒരാൾക്ക് 8 വയസ്സ്, ഒരാൾക്ക് 8 വയസ്സ്. അപ്പൊ 8 വർഷം കഴിയുമ്പോൾ ഓരോ വയസ്സുള്ള തുക 51 ആവും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. A, B, C എന്നിവർ നല്ല കളിക്കാരാണ്. A, B, D എന്നിവർ നല്ല പ്രയത്നശീലരാണ്. B, D, E എന്നിവർ വിദഗ്ധ പരിശീലനത്തിന് പോകുന്നവരാണ്. A, D എന്നിവർ പൂർണ്ണമായും ആരോഗ്യന്മാരാണ്. എന്നാൽ പൂർണ്ണമായും ആരോഗ്യമില്ലാത്ത പ്രയത്നശീലനായ വിദഗ്ധ പരിശീലനത്തിന് പോകുന്ന നല്ല കളിക്കാരൻ ആരാണ്? ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. A, B, C എന്നിവർ നല്ല കളിക്കാരാണ്. A, B, D എന്നിവർ നല്ല പ്രയത്നശീലരാണ്. ഈ B, D, E എന്നിവർ വിദഗ്ധ പരിശീലനത്തിന് പോകുന്നവരാണ്. A, D എന്നിവർ പൂർണ്ണമായും ആരോഗ്യന്മാരാണ്. എന്നാൽ ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്നാൽ പൂർണ്ണ ആരോഗ്യന്മാരല്ലാത്ത പ്രയത്നശീലരായ വിദഗ്ധ പരിശീലനത്തിന് പോകുന്ന നല്ല കളിക്കാരാണ്? കളിക്കാരൻ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ നോക്കണം, ഇവിടെ എത്ര പേരുണ്ട് നോക്കണം. A, B, C 3 പേര്. ഓക്കെ, D, E 2 പേര്. D, E 2 പേര്. അപ്പൊ മൊത്തത്തിൽ 5 പേരാണ് ഉള്ളത്. A, B, C, D 5 പേരാണ് ഉള്ളത്. അപ്പൊ മൊത്തം 5 പേരുണ്ട് ഇവിടെ.
ഈ 5 പേരിൽ നമുക്ക് ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ നോക്കണം അല്ലേ, ഇവിടെ നോക്കണം. എന്നാൽ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കണം, പൂർണ്ണ ആരോഗ്യവാന്മാരല്ലാത്ത ആരോഗ്യമുള്ളവരെ വേണ്ട, പൂർണ്ണ ആരോഗ്യവാന്മാരല്ലാത്ത നിങ്ങൾ നോക്കണം, AD എന്നിവർ പൂർണ്ണ ആരോഗ്യവാന്മാരാണ്. പൂർണ്ണമായ ആരോഗ്യവാന്മാരാണ് എയും ഡിയും. ആരോഗ്യന്മാരല്ലാത്തവരെ വേണം നമുക്ക്. അപ്പോൾ തന്നെ എയും ഡിയും നമ്മൾ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി BCE വന്നത് പൂർണ്ണ ആരോഗ്യവാന്മാർ അല്ലാത്ത പ്രയത്നശീലനായ വിദഗ്ധ പരിശീലനത്തിന് പോകുന്ന പ്രയത്നശീലൻ ആരൊക്കെയാണെന്ന് വെച്ചാൽ ABC എന്നിവർ നല്ല കളിക്കാരാണ്, ABD എന്നിവർ നല്ല പ്രയത്നശീലരാണ്. ABDയിൽ എയും ഡിയും നമ്മൾ ഓൾറെഡി ഒഴിവാക്കി. അപ്പോൾ പ്രയത്നശീലനായിട്ട് ഇതിനകത്ത് ഇനി ആര് മാത്രമേ ഉള്ളൂ? B മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് B ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രയത്നശീലനായ B ഓൾറെഡി ഇവിടെ തന്നെ കിട്ടി. കാര്യം പ്രയത്നശീലനായിട്ടുള്ള ആൾ വേണമെങ്കിൽ പ്രയത്നശീലനായിട്ടുള്ള ആൾക്കാർ എയും ബിയും ഡിയും ആണ്. അതിൽ AD എന്ന് വെച്ചാൽ പൂർണ്ണ ആരോഗ്യന്മാരാണ്. അപ്പോൾ ആരോഗ്യന്മാരല്ലാത്തൊരു വ്യക്തി വേണം. ആരോഗ്യവാനല്ലാത്ത വ്യക്തി ബിയും പ്രയത്നശീലനാണ് ആള്. ഓക്കെ, ആ 2 കണ്ടീഷൻ തന്നെ വന്നപ്പോൾ നമ്മുടെ ആൻസർ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നോക്കാം എങ്കിൽ വിദഗ്ധ പരിശീലനത്തിന് പോകുന്ന നല്ല കളിക്കാരൻ, വിദഗ്ധ പരിശീലനത്തിന് പോകുന്ന BDE എന്ന് പറയുന്ന വിദഗ്ധ പരിശീലനത്തിന് പോകുന്നവരാണ്. BDE പരിശീലനത്തിന് പോകുന്നവരാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് വിദഗ്ധ പരിശീലനത്തിന് പോകുന്ന. അപ്പോൾ ഓക്കെ, BDയും വരും. ഓക്കെ, നല്ല കളിക്കാരൻ ABC ആണ് നല്ല കളിക്കാരൻ. അപ്പോൾ ഇതിനകത്ത് A നമ്മൾ ഒഴിവാക്കി. ഓക്കെ, അതേപോലെ തന്നെ ഇതിനകത്തുനിന്ന് നമ്മളിവിടെ CA നമ്മളിവിടെ ഒഴിവാക്കും. CA ഒഴിവാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേണ്ടത് പ്രയത്നശീലനായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഈ നമുക്ക് അല്ലെങ്കിൽ തന്നെയും നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ തന്നെ നമ്മുടെ ആൻസർ ഓൾറെഡി ആയിക്കഴിഞ്ഞു. എന്തൊക്കെയാണ്? പ്രയത്നശീലനായ, ആരോഗ്യമില്ലാത്തതും പ്രയത്നശീലം രണ്ടും കൂടെ ചേർത്ത് വരുന്ന B എന്ന് പറയുന്ന ഒരൊറ്റ ആൻസർ മാത്രമേ ഉള്ളൂ. ഇവിടെ വെച്ച് നമുക്ക് ആൻസർ ചെയ്യാം. പിന്നെ ഉള്ള അങ്ങോട്ട് വായിച്ച് നോക്കണമെന്നൊന്നും ഇല്ല, നോക്കിയാലും നോക്കില്ല. ഈ പറഞ്ഞ കണ്ടീഷൻ രണ്ടും കൂടെ കയറി വരുന്ന B മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് B ആണ്. ഓക്കെ ആണല്ലോ? യെസ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. A ജനിച്ചപ്പോൾ അവൻ്റെ അച്ഛന് 32 വയസ്സും അമ്മയ്ക്ക് 28 വയസ്സുമാണ്. Aയുടെ സഹോദരനാണ് B. Bക്ക് Aയേക്കാൾ 5 വയസ്സ് കൂടുതലുണ്ട്. ഇവരുടെ സഹോദരിയാണ് C. Cക്ക് Bയേക്കാൾ 3 വയസ്സ് കൂടുതലുണ്ട്. മറ്റൊരു സഹോദരിയാണ് D. Dക്ക് Cയേക്കാൾ 2 വയസ്സ് കുറവാണ്. 7 വർഷം കഴിഞ്ഞാൽ Dക്ക് അമ്മയേക്കാൾ എത്ര വയസ്സ് കുറവാണ്? ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ എന്ന് വെച്ചാൽ A ജനിക്കുന്ന സമയത്ത് Aയുടെ അച്ഛന് 32 വയസ്സും അമ്മയ്ക്ക് 28 വയസ്സും ഉണ്ട്. അച്ഛന് 32 വയസ്സും അമ്മയ്ക്ക് 28 വയസ്സുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾ ജനിക്കുന്ന സമയത്ത് മറ്റാൾക്ക് എത്ര വയസ്സുണ്ടോ ആ ആളിനെക്കാട്ടി, ഇപ്പോൾ ഈ ജനിച്ച ആളിനെക്കാട്ടിൽ അത്രയും വയസ്സ് കൂടുതലായിരിക്കും മറ്റേ ആൾ. എന്ന് വെച്ചാൽ ഉദാഹരണം, ഇപ്പം ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ അച്ഛന് 30 വയസ്സുണ്ട് അല്ലെങ്കിൽ 32 വയസ്സുണ്ടെങ്കിൽ എന്നെക്കാട്ടിൽ 32 വയസ്സ് മൂത്തതാണ് എൻ്റെ അച്ഛൻ. മനസ്സിലായി? ഞാൻ ജനിച്ച സമയത്ത്. അപ്പം എൻ്റെ വയസ്സ് ഞാൻ ജനിക്കുമ്പോൾ 0 ആയി. ആ സമയത്ത് ആൾക്കാർക്ക്, മറ്റുള്ളവർക്ക് എത്ര വയസ്സുണ്ടോ അവർ എന്നെക്കാട്ടിൽ അത്രയും വയസ്സിൽ മൂത്തതാണ്. ഇപ്പോൾ ഉദാഹരണം, ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ അച്ഛന് 32 വയസ്സുണ്ടെങ്കിൽ എന്നെക്കാട്ടി 32 വയസ്സ് കൂടുതലാണ് എൻ്റെ അച്ഛന്. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് 28 വയസ്സുണ്ടെങ്കിൽ എന്നെക്കാട്ടി 28 വയസ്സ് മൂത്തതാണ് എൻ്റെ അമ്മ. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ ചേട്ടന് 5 വയസ്സുണ്ട് എങ്കിൽ എന്നെക്കാട്ടിലും 5 വയസ്സ് മൂത്തതാണ് എൻ്റെ ചേട്ടൻ. മനസ്സിലായല്ലോ? ഓക്കെ, അല്ലെങ്കിൽ അയാൾക്ക് 5 വയസ്സാണ് ആ ഒരു കാലഘട്ടത്തിൽ ഞാനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ളത് 5. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോ, നമുക്കിവിടെ നോക്കാം. ഇവിടെ A ജനിക്കുന്ന സമയത്ത് അച്ഛന് 32 വയസ്സും അമ്മയ്ക്ക് 28 വയസ്സുമാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ? അച്ഛനും 32 വയസ്സും അമ്മയ്ക്ക് 28 വയസ്സുമാണ് ഉള്ളത്. ഇനി എന്താണ് പറയുന്നത്? ഇനി അടുത്ത പറയുന്നത് Aയുടെ സഹോദരനാണ് B. B Aയേക്കാൾ 5 വയസ്സ് കൂടുതലാണ്. B എന്ന് പറയുന്ന സഹോദരന് Aയേക്കാൾ 5 വയസ്സ് കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇദ്ദേഹം ജനിക്കുന്ന സമയത്ത് 5 വയസ്സ് കൂടുതലാണെന്ന് പറഞ്ഞാൽ, ആ സമയത്ത് A ജനിക്കുന്ന സമയത്ത് Bക്ക് 5 വയസ്സ് കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം Bക്ക് 5 വയസ്സേ ഉള്ളെന്നാണ് അർത്ഥം. Bക്ക് 5 വയസ്സുണ്ട്.
0 വയസ്സുള്ളവരെക്കാട്ടി 5 കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞാൽ 5 വയസ്സ് കൂടുതലുണ്ടെന്നാണ്, അല്ലെങ്കിൽ അയാൾക്ക് 5 വയസ്സുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ബിയുടെ വയസ്സ് 5. അപ്പോൾ എ ജനിക്കുന്ന സമയത്ത് ബിക്ക് 5 വയസ്സുണ്ട്. എ ജനിക്കുന്ന സമയത്ത് അച്ഛന് 32 വയസ്സുണ്ടെന്ന് വെച്ചാൽ അച്ഛൻ അന്നേരം 32 വയസ്സാണുള്ളത്, അമ്മയ്ക്ക് 28 വയസ്സാണുള്ളത്. 5 വയസ്സ് കൂടുതലാണ്. പിന്നെ എ ജനിക്കുന്ന സമയത്ത് ബിക്ക് 5 വയസ്സുണ്ട് എന്ന് പറഞ്ഞാൽ ബിയുടെ വയസ്സ് 5 ആണ്, അതാണ് എൻ്റെ അർത്ഥം. ഇനി എന്താ പറഞ്ഞത്? അപ്പോൾ ബിക്ക് 5 വയസ്സുണ്ട്. ഇനി എന്താ പറഞ്ഞത്? എയുടെ മറ്റൊരു സഹോദരി, ബിയുടെ സഹോദരിയാണ് സി. സിക്ക് എന്ന് പറയുന്നത് ബിയേക്കാൾ 3 വയസ്സൂടെ കൂടുതലാണ്, ബിയേക്കാൾ 3 വയസ്സൂടെ കൂടുതൽ. അപ്പൊ ബിക്ക് ഓൾറെഡി 5 വയസ്സുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചു. ബിക്ക് ഓൾറെഡി പറയുന്നുണ്ട്, കാര്യം എ ജനിക്കുന്ന സമയത്ത് ബി 5 വയസ്സ് മൂത്തതെന്ന് വെച്ചാൽ ബിക്ക് 5 വയസ്സുണ്ട്. ആ ബിയേക്കാളും 3 വയസ്സൂടെ കൂടുതലാണ്, ബിക്ക് 5 വയസ്സുണ്ട്. 3 വയസ്സൂടെ കൂടുതലെന്ന് വെച്ചാൽ 8 വയസ്സാണ് സിക്ക്. ഇനി എയുടെ മറ്റൊരു സഹോദരിയാണ് ഡി. ഡിക്ക് ആരെക്കാട്ടിലും സിയെക്കാട്ടിലും 2 വയസ്സ് കുറവാണ്. അപ്പൊ സിയുടെ വയസ്സ്, അപ്പൊ ഡിയുടെ വയസ്സ് കണ്ടുപിടിക്കുമ്പോൾ സിക്ക് എത്ര വയസ്സുണ്ട്? 8 വയസ്സുണ്ട്. ഈ 8 വയസ്സ് ഉള്ള സിക്ക്, 8 വയസ്സുള്ള സിക്ക് സിയെക്കാട്ടിൽ 2 വയസ്സ് കുറവാണ്. സിക്ക് 8 വയസ്സുണ്ട്, അതിനെക്കാട്ടിൽ 2 വയസ്സ് കുറവായ 6 വയസ്സാണ് ഡിക്കുള്ളത്. അപ്പോൾ ഓരോരുത്തരെയും വയസ്സ് കിട്ടി. അമ്മയ്ക്ക് 32, അച്ഛന് 32 വയസ്സ്, അമ്മയ്ക്ക് 28 വയസ്സ്. ബി എന്ന് പറയുന്ന സഹോദരന് 5 വയസ്സ്, സി എന്ന് പറയുന്ന സഹോദരിക്ക് 8 വയസ്സ്, ഡി എന്ന് പറയുന്ന സഹോദരിക്ക് 6 വയസ്സ്. ഇനി എന്താണ് പറയുന്നത്? 7 വർഷം കഴിയും. ഇപ്പൊ 6 വയസ്സുണ്ട് ഡിക്ക്. 7 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സിനേക്കാൾ എത്ര കുറവാണ്? അമ്മയുടെ വയസ്സിനേക്കാൾ എത്ര കുറവാണ് ഡിയുടെ വയസ്സെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ 7 വർഷം കഴിഞ്ഞ് വരെ എന്തിനാ പോകുന്നത്? എന്തിനാ അത്രയും നാൾ പോകുന്നു? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഡിക്ക് അമ്മയുമായി എത്ര വയസ്സിൻ്റെ കുറവ് ഇപ്പോഴുണ്ടോ ഇതായിരിക്കും ജീവിതകാലം മൊത്തം ഉള്ളത്. മനസ്സിലായോ? ഇപ്പോൾ അമ്മയുമായിട്ട് എത്ര വയസ്സിൻ്റെ വ്യത്യാസം ഡിക്കുണ്ടോ ആ വയസ്സ് ജീവിതകാലം മൊത്തം ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം, അമ്മയ്ക്കിപ്പോൾ 28 വയസ്സുണ്ട്, മദറിന് 28 വയസ്സുണ്ട്. ഡിക്ക് എത്ര വയസ്സുണ്ട്? 6 വയസ്സുണ്ട്. അപ്പോൾ ഈ അമ്മയുടെയും മദറിൻ്റെയും ഡിയുടെയും വയസ്സുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 28 - 6 = 22 വയസ്സാണ്. ഇപ്പോൾ അമ്മയും ഈ ഡിയും തമ്മിൽ 22 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇനി എല്ലാ കാലവും 22 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. കാരണം 1 വർഷം കഴിഞ്ഞപ്പോൾ കാര്യം എന്താ, 1 വർഷം കഴിയുമ്പോൾ അമ്മയ്ക്ക് 1 വയസ്സ് കൂടും, ഡിക്ക് 1 വയസ്സ് കൂടും. 2 വർഷം കഴിയുമ്പോൾ അമ്മയ്ക്കും 2 വയസ്സ് കൂടും, ഡിക്കും 2 വയസ്സ്. എപ്പോഴും 2 പേർക്ക് ഒരേപോലെ കൂടി പോകുന്നുണ്ട്, ഈ ഡിഫറൻസ് ഈക്വലായിട്ട് നിൽക്കും. ഉദാഹരണം, ഇപ്പം ഞാൻ ജനിച്ച സമയത്ത് എൻ്റെ ചേട്ടൻ എന്നെക്കാട്ട് 5 വയസ്സ് മൂത്തതാണ്. ഞാൻ ജനിച്ച സമയത്ത് 5 വയസ്സ് മൂത്തതാണ്. ഞാനൊരു 10 വർഷം കഴിയുമ്പോൾ എൻ്റെ ചേട്ടൻ എന്നെക്കാട്ട് ഈ 15 വയസ്സിന് മൂത്തയാവോ, അല്ലെ 10 വയസ്സിന് മൂത്തയാവോ? ഇപ്പോഴും ഞാനും ചേട്ടനും തമ്മിൽ 5 വയസ്സിന്റെ വ്യത്യാസം ഉള്ളെങ്കിൽ അടുത്ത വർഷവും 5 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. നീ എത്ര വർഷം കഴിഞ്ഞാലും 5 വയസ്സിന്റെ വ്യത്യാസമുള്ളത്. അതിനി അത് മാറത്തേ ഇല്ല. അപ്പോൾ 7 വർഷം കഴിയുമ്പോഴുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇപ്പോഴുള്ള വ്യത്യാസം ഒന്ന് തന്നെയാണ്. ഇപ്പോഴവർ തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം 22. ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കാം, 7 വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയമാണെങ്കിൽ അമ്മയ്ക്ക് ഇപ്പോൾ 28 വയസ്സുണ്ട്. 7 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് എത്ര ആവും? 7 വർഷം കഴിയുമ്പോൾ അമ്മയ്ക്ക് വയസ്സ് 35 വയസ്സാവും, അമ്മയുടെ വയസ്സ് 35 ആവും. ഇപ്പോൾ ഡി എന്ന് പറയുന്ന മകൾക്ക് 6 വയസ്സുണ്ട്. 7 വർഷം കഴിയുമ്പോൾ എത്ര ആവും? 7 വർഷം കഴിയുമ്പോൾ അത് 13 വയസ്സാവും. ഓക്കെ ആണല്ലോ. ഇനി 7 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് 35ഉം മകളുടെ വയസ്സ് 13 ആയി. ഇത് നമ്മളെ വ്യത്യാസം എടുത്തേ, 5 - 3 കുറച്ചാൽ 2, 3 - 1 കുറച്ചാൽ 2, അപ്പോഴും 22 വയസ്സാ. ഇനി എത്ര വർഷം കഴിഞ്ഞാൽ ഈ 22 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ? മനസ്സിലായോ? അതിപ്പോൾ 7 വർഷം എന്നൊക്കെ പറയാൻ നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ചോദിക്കുന്നത്. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങളുടെ സഹോദരനുമായിട്ടോ അല്ലെങ്കിൽ അമ്മയോട്ടോ അച്ഛനോട്ടോ നിങ്ങൾക്ക് എത്ര വയസ്സിന് ഡിഫറൻസ് ഉണ്ടോ, നിങ്ങളുടെ മരണം വരെയും നിങ്ങൾക്ക് ആ ഡിഫറൻസ് തന്നെ. ഇനി മരണം കഴിഞ്ഞാൽ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ശരി, ആ ഡിഫറൻസ് ഇനി ഒരിക്കലും മാറത്തില്ല. അപ്പോൾ ഇപ്പോഴും ഡിയും അമ്മയും തമ്മിൽ 22 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ 7 വർഷം കഴിയുമ്പോൾ ആ വ്യത്യാസം തന്നെ വരത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ നമുക്ക് ആ ക്വസ്റ്റ്യനകത്ത് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക. പരീക്ഷയ്ക്കെല്ലാം വരാൻ സാധ്യത, എല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ചോദിക്കാൻ സാധ്യത ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് റീസെൻ്റുള്ള പരീക്ഷകൾക്കൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.